എന്ന് പറയുന്നത് മാക്ലിൻ മാത്രമേ ഉള്ളൂ. അതിൽ വലിയൊരു അഭിമാനമുണ്ട്. കാരണം എന്താ വെച്ചാല് ഇനി വരാൻ പോകുന്ന നമ്മുടെ അടുത്ത ഫെസ്റ്റിവൽ ഓണമാണ്. കഴിഞ്ഞ ഒരു കൊല്ലം അല്ല, അടുത്ത കൊല്ലത്ത് ഈ വരുന്ന ഓണം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. കാരണം ഒരു പറ്റം വിന്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. വിന്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ആയിരക്കണക്കിന് വ്യക്തികളെ നശിപ്പിച്ചുകൊണ്ടല്ല, കുറച്ച് വിന്നേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക. പലയിടത്തും പല കമ്പനികളും പല കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുമ്പോൾ ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും. അപ്പോൾ ഒരു ഇമ്പാക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു ലോകത്ത് എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഇവിടെ മാക്ലൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയ ഇമ്പാക്ട് പോസിറ്റീവ് ആയിട്ടുള്ള കുറെ ഫാമിലീസിനെ ഇവിടെ സൃഷ്ടിച്ചു എന്നുള്ളതാണ്. ഗത്യന്തരമില്ലാതിരിക്കുന്ന ഒരു സമയത്ത് ഒരു ആശ്രയമായി മാക്ലൻ ഉടലെടുത്തു. മാക്ലൻ ഒരു ഹോപ്പായി മാറി. ആ ഹോപ്പാണ് ഇന്ന് ലോകമെമ്പാടും ഒരു ദീപശിഖ പോലെ പടർന്ന് പന്തലിച്ചു പോകുന്നത്. സന്തോഷമുണ്ട് കേൾക്കുമ്പോൾ. ഒപ്പം തന്നെ ഇന്ന് പുതുതായിട്ട് ഈ പ്രോഗ്രാം കേൾക്കാൻ വന്ന വ്യക്തികളെ ഞാൻ എൻ്റെ പേരിലും മാർക്കറ്റ് അൽഫ ക്വസ്റ്റിന്റെ പേരിൽ ഞാൻ വെൽക്കം ചെയ്യുന്നു. എൻ്റെ പേര് സനോജ് വാസുദേവ്. എൻ്റെ സ്വദേശം തൃശ്ശൂരാണ്. ഞാൻ പഠിച്ചതും ജനിച്ചതും വളർന്നതെല്ലാം തൃശ്ശൂരാണ്. മാർക്കറ്റ് അൽഫ ക്വസ്റ്റുമാര് സഹകരിച്ചിട്ട് ഇന്ന് അതിന്റെ തുടക്കം മുതലേ ഉള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ഇതിന്റെ ഗ്രോത്ത്, ഇതിന്റെ ഭാവിയും ഗ്രോത്തും ഒക്കെ എനിക്ക് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം പുതുതായിട്ട് വന്ന വ്യക്തികൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒറ്റ കാര്യം, അവരോടുള്ള റിക്വസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇതിന്റെ എൻഡ് വരെ ഈ പ്രോഗ്രാം നിങ്ങൾ ശ്രമിക്കണം. കാരണം ഈ പ്രോഗ്രാം ഒരു നിങ്ങൾക്ക് ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങൾക്കിത് അക്സെപ്റ്റബിൾ ആവുക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ മിഡിലായിട്ട് ഞാൻ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ട് ഒരു മിഡിൽ സമയത്താണ് എനിക്ക് എന്നിൽ കത്തിയത്, എനിക്ക് കിട്ടേണ്ട സാധനങ്ങൾ കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് എവിടെ ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ ഈ ബിസിനസ് സൂട്ട് ആണെന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഈ പ്രോഗ്രാം നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ഒരു എൻഗേജ്മെന്റ് എടുക്കരുത്. 100% ഈ പ്രോഗ്രാം കേട്ടിരിക്കണം. ഒപ്പം ഇന്ന് നമ്മുടെ പ്രോഗ്രാം നമുക്ക് തരാൻ വന്നിട്ടുള്ളത് മിസ്റ്റർ PR ഗണേഷ്. അദ്ദേഹത്തിന് എല്ലാ പ്രാവശ്യം ഞാൻ ക്ഷണിക്കാറുള്ള പോലെ തന്നെയാണ്. പുതുതായിട്ട് പഴയ ആൾക്കാർക്ക് അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ അറിയാം, പക്ഷേ എങ്കിലും പുതിയ വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. സോ PR ഗണേഷ് ഫ്രം എറണാകുളം. അദ്ദേഹം ഒരു സോഷ്യൽ ഓൺട്രപ്രണർ ആണ്. അതേപോലെ തന്നെ ഒരു ലൈഫ് ചേഞ്ചിങ് കോച്ചാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ് മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഡൊമസ്റ്റിക്കും ഇന്റർനാഷണൽ ലെവലിലൊക്കെ അദ്ദേഹത്തിന് ഒരുപാട് ഇൻഫ്ലുവൻസ് ഉണ്ട്. മാത്രമല്ല ആയിരക്കണക്കിന് വ്യക്തികൾ, ഫാമിലികളുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് മിസ്റ്റർ PR ഗണേഷ്. അദ്ദേഹത്തിന്റെ ഓരോ സ്പീച്ചുകളും ഓരോ വേർഡുകളും നമ്മൾ അക്ഷരം പ്രതി നമ്മുടെ തലച്ചോറിലേക്ക് കയറുന്നതാണ്. മാത്രമല്ല നമുക്കൊരു തീരുമാനം എടുക്കാൻ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ സ്പീച്ച്. അതുകൊണ്ട് ഞാൻ അധികം നീട്ടുന്നില്ല. ഞാൻ അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്യാണ്. മിസ്റ്റർ ഗണേഷ് സർ, പ്ലീസ് വെൽക്കം. ഓക്കെ. ഗുഡ് ഈവനിങ് ഓഡിബിൾ ആണോ? ഓഡിബിൾ ആണ്. ഓക്കെ. ഒരു ഒറ്റ മിനിറ്റ്, സ്ലൈഡ് ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ. ഓക്കെ, ഗുഡ് ഈവനിങ്. എന്നെ താങ്ക് യു ഫോർ ദ നൈസ് ഇൻട്രൊഡക്ഷൻ. എന്നെ പരിചയപ്പെടുത്തി. ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക്, മാക്ലൻ എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനിയുടെ ഇന്നത്തെ ബിസിനസ് പ്രസന്റേഷനിലേക്ക് നിങ്ങളെല്ലാം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഒരു ദിവസം ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി തീർച്ചയായിട്ടും ഓർത്തിരിക്കാൻ പോകുന്ന ഒരു ദിവസമായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. കാരണം ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് ഉറച്ച വിശ്വാസം ഉണ്ട്. അടുത്ത ഏതാനും കുറച്ച് സമയം നിങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് എന്തായാലും നഷ്ടമാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. ഓഡിയോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? സ്ലൈഡ് കാണാമല്ലോ? സ്ലൈഡ് കാണുന്നുണ്ടല്ലോ? സ്ലൈഡ് കാണുന്നുണ്ടല്ലോ? ഓക്കെ. അപ്പോൾ മാർക്കറ്റ് ആൽഫ ക്വസ്റ്റിന് വേണ്ടി ഞാൻ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഇന്നത്തെ ഈ ഒരു ഈവനിങ് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ലൈഫിൽ എന്നും ഓർത്തിരിക്കുന്ന ഒരു ദിനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം, ടെക്നോളജി റെവല്യൂഷൻ്റെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ടെക്നോളജിയുടെ അതിപ്രസരം ഉള്ള സമയത്താണ് ജീവിക്കുന്നത്.
അത് നമ്മൾക്ക് ത്രെട്ടാണോ ഓപ്പർച്യൂണിറ്റി ആണോ എന്നുള്ളതാണ് ചോദ്യം. കാരണം ഇന്ന് മാർക്കറ്റിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി 1-2 എക്സാമ്പിൾസ് ഞാൻ പറയാം. അതായത് ഇന്ന് എല്ലാ മേഖലയിലും ടെക്നോളജി വന്ന് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഓഡിയോ ഓക്കെ, എല്ലാ മേഖലയിലും നമ്മൾ ടെക്നോളജി വന്ന് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഓഡിയോ ഒന്ന് കട്ട് ചെയ്യോ? ഓക്കെ ഓക്കെ, അപ്പോൾ ടെക്നോളജിയുടെ ഈ കാലത്ത് നമ്മൾ ജീവിച്ചിരിക്കുമ്പം അതിവേഗതയിൽ മാർക്കറ്റ് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പല ആൾക്കാരും നമ്മൾ കേൾക്കുന്നുണ്ടാവും, ഇനി വരുന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട്. ഇത് നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആയിട്ടാണോ വരുന്നതെന്നുള്ളതാണ് ചോദ്യം. മാർക്കറ്റിൽ എന്തായാലും ഇന്നുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം നമ്മൾ കാണുന്നത്, കൊച്ചു കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികളെ ലക്ഷക്കണക്കിന് രൂപ വരുമാനം മേടിക്കുന്നവരുണ്ട്. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ 50 കോടിയുടെയൊക്കെ കമ്പനി ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. 12ഉം 13ഉം വയസ്സുള്ള പയ്യന്മാർ, കൊച്ചു പയ്യന്മാർ 100 കോടിയുടെയൊക്കെ കമ്പനി ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. അല്ലെങ്കിൽ ഗൂഗിളിലും ഫേസ്ബുക്കിലൊക്കെ കോടികൾ സാലറി കൊടുത്ത് കൊച്ചു കുട്ടികളെ വരെ എടുക്കുന്നു. അതൊരു സൈഡിലെ സ്റ്റോറിയാണ്. മറു സൈഡിൽ 45 വയസ്സ് 50 വയസ്സായ ആൾക്കാർ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നു. ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകോത്തര കമ്പനികൾ പോലും ഈ സമയത്ത് പൂട്ടിപ്പോകുന്നുണ്ട്. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചു പിള്ളേരൊക്കെ തുടങ്ങി, കൊച്ചു കുട്ടികൾ എന്ന് പറയാവുന്നവർ തുടങ്ങിയ കമ്പനികളൊക്കെ ശരവേഗതയിൽ വളരുന്നു. എന്താണ് ഇതിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? പലപ്പോഴും ഇന്നുള്ള ഒരു ഏറ്റവും വലിയ പ്രശ്നം, നമ്മുടെ രാജ്യത്ത് 60% ആൾക്കാരും 35 വയസ്സ് താഴെയാണ്. 60%. അതായത് ഇന്ത്യൻ പോപ്പുലേഷൻ 140 കോടി ഉണ്ടെന്നാണ് പറയുന്നത് അവസാനം കണക്കെടുത്തപ്പോൾ. പക്ഷെ അതിപ്പോൾ 150 കോടിയായിട്ടുണ്ടാവും. അതിനകത്ത് 90 കോടി ആൾക്കാരും 35 വയസ്സ് താഴെയാണ്. ഒരു 75 കോടി ആൾക്കാർ, 50% ആൾക്കാർ 25 വയസ്സ് താഴെയാണ്. ഇവർ മുഴുവൻ ടെക്നോളജി പ്ലാറ്റ്ഫോമിലാണ്. ഇവർക്ക് ഇന്ന് വീടുകളിൽ തന്നെ ആ അന്തരം ശരിക്കും വിസിബിളാണ്. വീടുകളിൽ തന്നെ നമ്മളൊരു യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ മുതിർന്നവരുമായിട്ട് സംസാരിക്കാൻ തന്നെ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. പ്രായമുള്ളവരുടെ എക്സ്പീരിയൻസിനൊരു വിലയില്ലാതെ വന്നു. എക്സ്പീരിയൻസ് ഇല്ലാത്ത എന്നാൽ ഇൻഫർമേഷൻ വിരൽത്തുമ്പിലുള്ള ആൾക്കാരാണ് ഇന്നൊരു വീട്ടിലെയും ഹീറോ, ഇന്ന് സൊസൈറ്റിയിലെ അതെ, ഓഫീസിൽ ചെല്ലുമ്പോഴും അതെ, എവിടെ നോക്കിക്കഴിഞ്ഞാലും നമ്മൾ നോക്കുമ്പോൾ മുതിർന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ ടെക്നോളജിയിലേക്ക്, അതായത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ടെക്നോളജിയിലേക്ക് വരാത്ത ആൾക്കാരാണ് കൂടുതൽ ആൾക്കാരും. ഇന്നും പല ആൾക്കാർ അതിൽ വരാൻ വിമുഖത കാണിക്കുന്നുണ്ട്. എന്നാൽ കൊച്ചു കുട്ടികളെ ടെക്നോളജി പ്ലാറ്റ്ഫോമിലൂടെ വളർന്നു വന്ന കുട്ടികളെ സംബന്ധിച്ച് ഇന്ന് വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. കുട്ടികളൊക്കെ സംബന്ധിച്ച് സ്കൂളിൽ പോകുന്ന കുട്ടികൾ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ വന്നതിന് ശേഷം, നമ്മൾ ഈ ഇൻ്റർനെറ്റിൻ്റെ ഇതൊക്കെ വന്നതിന് ശേഷം ലക്ഷക്കണക്കിന് രൂപ കുട്ടികൾക്ക് പോലും വരുമാനമുള്ള കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ഉൾട്ടായി നമ്മുടെ ടോട്ടൽ സമൂഹത്തിൽ ഒരു വലിയൊരു ഒരു തലതിരിവ് ഉണ്ടായിട്ടുണ്ട്. അതായത് യങ്സ്റ്റേഴ്സ്, പല ആൾക്കാരും, പുതിയ ജനറേഷനുള്ള ആൾക്കാർക്ക് ഇതുപോലത്തെ ടെക്നോളജി പ്ലാറ്റ്ഫോമിലേക്ക് വന്ന ആൾക്കാർക്ക് വലിയ ഇൻകം, വലിയ സാധ്യതകളാണെന്ന് അവർ പറയുന്നു. അവർക്കുള്ള ഏതൊക്കെ അവസരങ്ങളാണ് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതെന്ന് അവർക്ക് തന്നെ അറിയാമല്ലോ. അത്രയും അവസരങ്ങളാണെന്ന് ഒരു വശം പറയുമ്പം വേറൊരു വശമുള്ള ആൾക്കാർ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ സാധിക്കാതെ പോകുന്നു. അപ്പം ഇന്നത്തെ ഈ കാലഘട്ടത്ത് ഈ മാറ്റങ്ങൾ നമുക്ക് ത്രെട്ടാണോ അതോ നമുക്ക് ഓപ്പർച്യൂണിറ്റി ആണോ? ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക. വരുന്ന കുറച്ച് സമയം കൊണ്ട് നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി കിട്ടുന്നുണ്ടാവും. ഓക്കെ, എംപ്ലോയ്മെന്റ് വാസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഏജ്. ഇൻഡസ്ട്രിയൽ ഏജിന്റെ പ്രൊഡക്റ്റ് ആയിരുന്നു എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. അതായത് എംപ്ലോയി ആയത് പണ്ട് ടാറ്റയും ബിർളയും അങ്ങനത്തെ കമ്പനികളൊക്കെ വന്ന സമയത്ത് എംപ്ലോയീസിനെ വേണ്ടി വന്നു. ആ ഫാക്ടറികൾ വന്നപ്പോൾ എംപ്ലോയീസിനെ വേണ്ടി വന്നു. അങ്ങനെയാണ് ജോബ് അല്ലെ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയൊരു ഡിമാൻഡുള്ളൊരു സംഭവമായി മാറിയത്. അത് കഴിഞ്ഞ് ഇന്ന് ഇൻഫർമേഷൻ ഏജിലാണ് നമ്മളിരിക്കുന്നത്. ഇൻഫർമേഷൻ ഏജിൽ എൻ്റർപ്രണർഷിപ്പാണ് ഓപ്പർച്യൂണിറ്റി. ഇൻഫർമേഷൻ ഏജും കഴിഞ്ഞ് അടുത്തൊരു സ്റ്റേജിലേക്ക് കയറി എന്നാണ് പറയപ്പെടുന്നത്. അതായത് കൊഗ്നിറ്റീവ് ഏജ് എന്നാണ് അതിന് പറയുന്നത്. ടു മച്ച് ഓഫ് ഇൻഫർമേഷൻ, അതായത് ഇൻഫർമേഷൻ ഓവർലോഡഡ് എന്ന് പറയും ഈ ഒരു അവസ്ഥയ്ക്ക്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ മൊബൈൽ തുറന്നാലും ഒക്കെ ഇഷ്ടംപോലെ ഇൻഫർമേഷൻ വരുന്നുണ്ട്. ഇതിനകത്ത് ഏതാണ് ജെനുവിൻ അല്ലാത്തത് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഇന്ന് നമ്മളെല്ലാം ജീവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇന്ന് ഞങ്ങളൊക്കെ ഒരു 35 വർഷം മുമ്പ് ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ഒരു ഗ്രേഡ് കുറഞ്ഞൊരു ബിസിനസ് എന്ന് പറഞ്ഞ ഒരു ഗ്രേഡ് കുറഞ്ഞ സംഭവമായിട്ടായിരുന്നു വെപ്പ്. കാരണം എൻ്റെ പേരൻസിൻ്റെ അടുത്തൊക്കെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്, മൂത്ത മോന് ജോലിയൊന്നും കിട്ടിയിട്ടില്ല അല്ലേ, ഇളയ മോന് ജോലിയൊക്കെ ആയി, നല്ല ജോലിയൊക്കെ, മൂത്ത മോന് ജോലി കിട്ടിയിട്ടില്ല അല്ലേ എന്ന് പൊതുവെ ബിസിനസ്സിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് നമ്മുടെ നാട്ടിൽ പൊതുവെ അങ്ങനെയാണ്. അതേ സ്ഥാനത്ത് നോർത്ത് ഇന്ത്യയിലൊക്കെ കുറച്ച് ഡിഫറൻ്റ് ആണ്. എന്തായാലും കേരളത്തിൽ ഈ കേരള സ്റ്റാർട്ടപ്പ് മിഷനൊക്കെ വന്നതിന് ശേഷം ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുറച്ചുകൂടെ ഈ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നതിനെ കുറിച്ച് ഗവൺമെന്റ് തന്നെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം
ഇന്ന് കോളേജുകളിലൊക്കെ ഈ ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ചുള്ള ക്ലാസ്സുകളും സെഷൻസും ഒക്കെ ഉണ്ട്. അങ്ങനെ കുട്ടികളൊക്കെ പല ആൾക്കാരും അതിനകത്ത് ഈ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുകയും ഗവൺമെൻറ്റാണ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ കാര്യത്തിൽ രാഷ്ട്രീയം ഒന്നും കലർത്തിയിട്ടില്ല. കേരളമാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ സ്റ്റാർട്ടപ്പുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്ന് എൻ്റർപ്രണർഷിപ്പിന് നല്ലൊരു ഇത് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം വലിയ ഭാഗ്യമാണ്. ഇന്നത്തെ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സിൻ്റെ ഒക്കെ ഒരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പം യുടെ ഒക്കെ റിസർച്ച് തന്നെ യെ കൊണ്ടാണ് നടത്തുന്നതാണ് പറയുന്നത്. അത്ര വേഗതയിൽ, അതായത് ഹെൽത്ത് കെയറിലൊക്കെ ഉണ്ടാകുന്ന മാറ്റം, അതായത് ഇനി നമ്മൾ മരിക്കണോ എന്ന് പോലും ഓപ്ഷണലാന്നാണ് പറഞ്ഞത്, പൈസ ഉള്ളവർക്ക് കേട്ടോ. അത് മരിക്കണോ എന്ന് അവർക്ക് തന്നെ തീരുമാനിക്കാവുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയും. അതായത് അമേരിക്കയിലൊരു ഫാമിലി, ഹസ്ബൻഡും വൈഫും കൂടെ ഞങ്ങൾ 150 വയസ്സ് വരെ ജീവിക്കാൻ പോകാമെന്ന് മറ്റും തീരുമാനിച്ചു എന്ന് ഡിക്ലെയർ ചെയ്യുകയൊക്കെ ചെയ്തു. കാരണം വന്നതിന് ശേഷം ഈ മരണം പോലും നമുക്ക് വേണമെങ്കിൽ മാറ്റിവെക്കാം എന്നുള്ള അത്രയും മാത്രം വലിയ ചേഞ്ചസ് വരുന്നുണ്ട്. ഇത് കൺസ്ട്രക്ഷൻ മേഖലയിലും അവിടെ 3D പ്രിന്റിങ് കൺസ്ട്രക്ഷൻ മേഖലയിൽ വരുന്നുണ്ട്. ലാൻഡിന്റെ ടോക്കണൈസേഷൻ വരുന്നുണ്ട്. ലാൻഡ് നമുക്ക് ഇതുവരെ ഒരു 10 സെന്റ് അല്ലെ 1/2 ഏക്കർ അല്ലെ 1 ഏക്കറായിട്ടേ വാങ്ങാൻ പറ്റുള്ളായിരുന്നെങ്കിൽ ഇനി അതിൻ്റെ ഒരു പോർഷൻ മാത്രം നമുക്ക് വാങ്ങാം, ഒരു ഡിജിറ്റൽ അസറ്റായിട്ട് നമുക്ക് സൂക്ഷിക്കാം. ആ വാങ്ങിയ ലാൻഡിന് വില കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡിജിറ്റൽ അസറ്റ് സെല്ല് ചെയ്യാം, ലാഭം ഉണ്ടാക്കാം. ഇങ്ങനെ എല്ലാ മേഖലയിലും ഇന്നതെന്ന് പറയണ്ട സമസ്ത മേഖലയിൽ ഉടച്ചു വാർക്കുന്ന ഒരു സംഭവമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇപ്പം നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, നമ്മുടെ മൊബൈൽ ഫോൺ നമ്മുടെ ടേബിളിൽ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ കൂടി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞൊരു ഫോൺ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട് പരസ്യം കാണാൻ പറ്റും. നമ്മൾ കാറ് യാത്ര ചെയ്യുമ്പോൾ പോക്കറ്റിൽ ഫോൺ ഇട്ടിട്ടുണ്ട്, നമ്മൾ കാറിലുള്ളവരോട് സംസാരിച്ചുകൊണ്ട് പോയി കുറച്ച് കഴിഞ്ഞ് എടുത്ത് നോക്കുകയാണ്, അത് പ്രത്യേകിച്ച് എന്തെങ്കിലും ബ്രാൻഡുകളുടെ ഒക്കെ പേരോ എന്തെങ്കിലും വലിയ ഹോട്ടൽസിൻ്റെ ഒക്കെ പേരോ ഒക്കെ പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യും. ഒരു സെൻസ് ഏതെങ്കിലും അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സെൻസ് ചെയ്യും. എടുത്തു നോക്കുമ്പോൾ നേരെ കാണുന്നത് ഇതിൻ്റെ പരസ്യമായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഒക്കെ വന്നതിന് ശേഷമുള്ള വലിയ ഒരു മാറ്റം. ഇനിയുള്ള കാലത്ത് നമ്മൾ ജീവിക്കണമെങ്കിൽ ഒരേ ഒരു മാർഗമുള്ളത്, ഈ ഹെവി ആയിട്ട് ഇത്രയുള്ള ഒരു കോമ്പറ്റീഷൻ ഉള്ളൊരു കാലത്ത് നമുക്ക് ആകെ കൂടി രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം പുതിയ സ്കില്ലുകൾ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതായത് ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ ഇന്ന് നിലവിലുള്ള ഒരു 35-40% ജോലികളിവിടെ കാണിയെന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം ജോലി കിട്ടുകയെന്നല്ല, ഇന്ന് നമുക്കറിയാവുന്ന ജോലിക്ക് ഇവിടെ ഡിമാൻഡ് ഉണ്ടാവില്ല. ഇന്ന് ബിടെക്കും എംടെക്കും കഴിഞ്ഞ് കുട്ടികൾ പോലും പഠിച്ച് പുറത്തിറങ്ങിയിട്ട് വരുമ്പോൾ അവർ പഠിച്ച സിലബസിന് ഇവിടെ ജോലിയില്ല. കാരണം അത് കഴിഞ്ഞു. പഠിച്ചത് കോളേജിലുണ്ടായിരുന്ന സബ്ജക്റ്റ് ഔട്ട്ഡേറ്റഡ് ആയി. അവർ പഠിച്ച സബ്ജക്റ്റിന് രാത്രി ഉറക്കളച്ചിരുന്ന് പഠിച്ച സബ്ജക്റ്റിന് ഇവിടെ ജോലിയില്ല. പിന്നെ ഇവിടെ HR കൺസൾട്ടൻസ് ഒക്കെ ചെയ്യുന്നത് അവർ 6 മാസത്തെ ട്രെയിനിങ് വേറെ കോഴ്സ് നടത്തിയിട്ട് ഇൻഡസ്ട്രി റെഡിയാക്കി കൊടുക്കും. അതായത് ഇൻഡസ്ട്രിക്ക്, അതായത് ഇവിടെ എംപ്ലോയർ അല്ലെ കമ്പനികൾ ആവശ്യപ്പെടുന്നത് ഏത് തരത്തിലുള്ള റിക്വയർമെൻ്റ് ആണോ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഇവരെ ഈ ബിടെക്കും എംടെക്കും MBA ഒക്കെ പഠിച്ചവരെ റെഡിയാക്കി 6 മാസം കൊണ്ട് ട്രെയിനിങ് കൊടുത്തിട്ട് ആണ് പല കമ്പനികൾക്കും അയക്കുന്നത്. കാരണം കോളേജ് സിലബസ് വളരെ പുറകിലാണ്, മാർക്കറ്റ് വളരെ മുമ്പിലെത്തി. മാർക്കറ്റ് അതിവേഗത വളർന്നുകൊണ്ടിരിക്കുന്നു, സിലബസ് പഴയതാണെന്നുള്ളതാണ് പ്രശ്നം. അതിനേക്കാളും വളരെ ഓരോ ദിവസവും ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതൊരിക്കലും സിലബസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയല്ലോ എല്ലാ ദിവസവും. അപ്പോൾ ഇതാണ് ഇന്നത്തെ മാർക്കറ്റ് നടക്കുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതിന് ഈ കോമ്പറ്റീഷൻ നേരിടാൻ നമ്മൾ പ്രിപ്പയർഡ് ആണോ? നമ്മളല്ല ഇനിയുള്ള കാലത്ത് നമ്മൾ പുതിയ ടെക്നോളജികൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആവും എന്ന് പറയും. നമ്മൾ അപ്ഡേറ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആവും. നമ്മൾ വളരെ പുറകിൽ പോകും എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഇത്രയും ഫാസ്റ്റായിട്ട് വേഗത പോകുന്നൊരു എക്കണോമിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മളിതൊന്നും മനസ്സിലാക്കാനോ കേൾക്കാനോ പോലും തയ്യാറല്ല. പല ആൾക്കാർക്കും അറ്റൻഡ് ചെയ്യാൻ പോലും സമയമില്ല. നിങ്ങൾ പല ആൾക്കാർ അറ്റൻഡ് ചെയ്യാൻ പോലും സമയമില്ലെന്ന് എനിക്കറിയാം. എന്തുകൊണ്ടായിരിക്കും? കൊച്ചു കുട്ടികൾ 50 കോടിയുടെ മറ്റും ബിസിനസ് ഉണ്ടാക്കി, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ നേരമില്ലെന്ന് പറയുന്നു. അല്ലെങ്കിൽ ഒരു കാര്യം പുതിയൊരു മാറ്റത്തിനെ കുറിച്ച് കേൾക്കാൻ പോലും സമയമില്ലാതെ നമുക്ക് ജോലി തിരക്കാന്ന് പറയുന്നു. അതേ സ്ഥാനത്ത് കൊച്ചു കുട്ടികളും മറ്റും ഇത്രയും വലിയ പ്ലാറ്റ്ഫോമിറ്റും വിറ്റ് 50 കോടിക്ക് 100 കോടിക്ക് മറ്റു കമ്പനി വിറ്റു. 12 വയസ്സ് ഇവിടെ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആൾക്കാരും കുട്ടികളെക്കാളും ഒരുപക്ഷെ പേരക്കുട്ടിയുടെ പ്രായമുള്ള കുട്ടികളൊക്കെ 100 കോടിയുടെ കമ്പനിയൊക്കെ ഉണ്ടാക്കി നമ്മൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ സാധിക്കാതെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എവിടെയോ അതിനൊരു പ്രോബ്ലം ഇല്ലേ? അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമല്ലേ? ഓക്കെ, ഇവിടെ നമ്മൾ ഇതുപോലെ പല പ്രോജക്റ്റുകളും നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് നിങ്ങളെ പല ആൾക്കാരും വിളിക്കുന്നുണ്ടാവാം. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടതും ചെക്ക് ചെയ്യേണ്ടതും ഈ പറഞ്ഞ 6 കാര്യങ്ങളാണ്. ഈ 6 പാരാമീറ്റേഴ്സ് നോക്കാതെ നമ്മൾ ആരെങ്കിലും പറയുന്ന എന്തെങ്കിലും സംഭവങ്ങൾ കൂടെ നമ്മൾ ഒരിക്കൽ തുടങ്ങിയാൽ നമ്മുടെ സമയവും പൈസയും നമ്മുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 കാര്യങ്ങൾ. ഇന്ന് ഓപ്പർച്യൂണിറ്റി ഉള്ള കാലമാണ്. പല ആൾക്കാരും നിങ്ങളെ വിളിക്കുന്നുണ്ടായിരിക്കും പല മീറ്റിംഗ് എന്നൊക്കെ പറയും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടത്, ഒന്ന് കമ്പനി എന്താണ്, ജെന്യൂൻ ആയിട്ടുള്ള സംഭവമാണോ? രണ്ടാമത് പ്രോഡക്റ്റ് ഒരു കാലഘട്ടത്തിന് യോജിച്ച പ്രോഡക്റ്റ് ആണോ? അടുത്തത് ഇതിൻ്റെ പുറകെ പ്രവർത്തിക്കുന്ന ആൾക്കാർ ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണോ?
അടുത്ത ഇൻഡസ്ട്രി നല്ല ഗ്രോത്ത് ഉള്ള ഒരു ഇൻഡസ്ട്രി ആണോ? കോമ്പറ്റീറ്റേഴ്സ് എന്താണ്? കോമ്പറ്റീഷൻ ഉള്ള ബിസിനസ് ആണോ? അടുത്ത എക്സിറ്റ് പ്ലാൻ, നമുക്കൊന്ന് നിർത്തിയിട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ നഷ്ടപ്പെടുമോ? ഇങ്ങനത്തെ 5-6 കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ നമ്മൾ എന്തെങ്കിലും പരിപാടിക്കകത്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് അത് നമ്മുടെ ക്രെഡിബിലിറ്റി, നമ്മുടെ ഫേസ് വാല്യൂ പോവും, നമ്മുടെ പൈസ പോവും, സമയം പോവും. സമയമാണ് ഇനി വളരെ, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാൻ, കാരണം ഇത്ര ഫാസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിൽ നമ്മൾ നിൽക്കുകയാണ്. ആദ്യം ഈ ഒരു സബ്ജക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം അല്ല. ഇതൊരിക്കലും നിങ്ങളെ ആരെ കൊണ്ടെങ്കിലും കുറെ പൈസ ഇതിനകത്ത് മുടക്കിക്കാനുള്ള ഒരു പരിപാടിയല്ല. രണ്ടാമത് ഒരു പ്രൊഡക്റ്റ് സെയിലിംഗ് പരിപാടിയല്ല. നിങ്ങൾക്കൂടെ ആരെങ്കിലും പ്രൊഡക്റ്റ് വിൽപ്പിക്കാനുള്ള പരിപാടിയല്ല. മൂന്നാമത്തത് ഇത് ആൾക്കാരെ കൂട്ടാനായിട്ട്, ആൾക്കാരെ ചേർത്ത് നടക്കുന്ന പരിപാടിയല്ല. ഈ 3 കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കുക. ഓക്കെ, അപ്പം നമ്മൾ ഒരു വളരെ ഫ്രീ ആയിട്ട്, വളരെ ന്യൂട്രൽ ആയിട്ട് നമുക്ക് കേൾക്കുക. ഓക്കെ, കമ്പനിയെ കുറിച്ച് ഞാൻ പറയാം. മാർക്കറ്റ് ആൽഫ ക്വസ്റ്റ് എന്നാണ് ഈ കമ്പനിയുടെ പേര്. UK ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറയാൻ നിങ്ങൾക്കറിയാം, ഒത്തിരി കാലമായിട്ടില്ല. സ്റ്റാർട്ടപ്പ് കമ്പനികളെല്ലാം റീസെന്റ് ആയിട്ട് തുടങ്ങിയതേ ആയിരിക്കുള്ളൂ. 2023 തുടങ്ങിയ ഒരു കമ്പനി, വളരെ യങ് കമ്പനിയാണ്. ഒരുപക്ഷെ നിങ്ങൾ ചില ആൾക്കാരെ സംബന്ധിച്ച് പഴയ കമ്പനി വലുതാണെന്നൊരു ധാരണ നമ്മുടെ ഉള്ളിലൊക്കെ കിടപ്പുണ്ട്. എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷെ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഇന്ന് ലോകത്ത് ഏറ്റവും ഫാസ്റ്റായിട്ട് വളർന്നിരിക്കുന്ന, ലോകത്ത് അതിവേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന പല കമ്പനികളും ഈ ലാസ്റ്റ് 5 മുതൽ 10 വർഷത്തിനിടെ ഉണ്ടായ കമ്പനികളാണ്, പഴയ കമ്പനികളല്ല. പഴയ കമ്പനികൾക്ക് മാറ്റം വരുത്തണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഞാൻ പറയാം. ഇന്ന് നമ്മൾ പബ്ലിക് ബന്ധപ്പെടുന്ന ബാങ്കുകൾ നോക്കുക. പഴയ ഓൾഡ് ജനറേഷൻ ബാങ്കുകളിൽ ചെന്നാൽ കിട്ടുന്ന ഒരു സർവീസോ സ്പീഡോ ആണോ ഒരു ന്യൂജൻ ബാങ്കിൽ ചെന്നാൽ? അല്ല, അവർ വളരെ ഫാസ്റ്റാണ്. നമ്മൾ ഒരു ന്യൂ ജനറേഷൻ ബാങ്കിന്റെ പുറത്ത് നമ്മൾ മഴ നനയാതെ കയറി നിന്നാൽ അന്നേരം അകത്തുനിന്ന് ഒരാൾ ഒരു സാർ നമ്പർ തരൂ, ഞാൻ വിളിക്കാം, സാറിൻ്റെ വീട്ടിലേക്ക് വരാം, നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്, ലോൺ തരാം, അതെന്ന് പറഞ്ഞ് വിളിക്കുമ്പം നമ്മൾ നേരെ തിരിച്ച് ഇതുപോലെ പഴയ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, അവർ പഴയ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവരാണ്, അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക്, എംപ്ലോയിയുടെ വീട്ടിൽ പോയാൽ പോലും ചിലപ്പോൾ നടക്കാൻ എളുപ്പമായിരിക്കണമെന്നില്ല. ഇതാണ് നമ്മുടെ സർവീസ്. ഭയങ്കര വ്യത്യാസമാണ്. ഇത് തന്നെയാണ് പല കമ്പനികളും നേരിടുന്ന പ്രശ്നം. ലോകോത്തര കമ്പനികൾ പൂട്ടിപ്പോയിട്ടുണ്ട് ഈ ഒരു പീരീഡിൽ. കാരണം ഈ ടെക്നോളജിയിൽ വരുമ്പോൾ ഇവർ പ്രിപ്പയർഡ് അല്ലായിരുന്നു. പ്രത്യേകിച്ച് COVID-19 ഇതിനെ വളരെ ഫാസ്റ്റാക്കി. ആൾക്കാർക്ക് സമയം കിട്ടിയില്ല. വളരെ പെട്ടെന്ന് ടെക്നോളജിയിലേക്ക് വരേണ്ടി വന്നു ഫോഴ്സ്ഫുള്ളി. അപ്പോൾ ആ സിസ്റ്റം ഒന്നും അവർക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സമയം കിട്ടിയില്ല. അവരുടെ പഴയ സ്റ്റാഫാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പല കമ്പനികൾ പണ്ട് നേരത്തെ ഒരു കമ്പനിയുടെ CEO എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുടി നരയ്ക്കാത്ത ഒരു CEO കാണുകയില്ല. ഇന്ന് പല കമ്പനിയുടെ CEO 20 വയസ്സ്, 21 വയസ്സ്, 18 വയസ്സും മറ്റുള്ള കുട്ടികളാണ്. കാരണം അവരാണ് ഇന്നത്തെ ജനറേഷൻ നയിക്കുന്നത്. ഇന്നത്തെ സ്പീഡ്, ഇന്നത്തെ ടെക്നോളജി അവർക്കാണ് അറിയാവുന്നത്. ഓക്കെ, ഈ കമ്പനി 2023 ഒരു ബാക്ക് എൻഡ് ഓപ്പറേഷൻ തുടങ്ങി. 2024 നവംബറിൽ ആണ് അതിൻ്റെ ഒരു സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞത്. 2025 ഏപ്രിലാണ് അതിൻ്റെ ഒരു ഒഫീഷ്യൽ ലോഞ്ച് നടന്നത്. വളരെ യങ് കമ്പനി, ഗ്രോയിങ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനി ചെയ്യുന്നത്, ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ധാരാളം സ്കാമുകൾ കേരളത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ മൊത്തം, ഇന്ത്യയിൽ മുഴുവൻ. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട റീസൺ എന്താണ്? ആൾക്കാരുടെ അറിവില്ലായ്മ ചൂഷണം ചെയ്യുക. ആൾക്കാരെ എന്തെങ്കിലും പറഞ്ഞ് കുറെ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. ആ പൈസക്കകത്ത് ഇങ്ങനെ ലക്ഷങ്ങളും കോടികളും കിട്ടുമെന്ന് പറയുക. അത് കിട്ടുമെന്ന് വിശ്വസിച്ച് കുറെ ആൾക്കാർ പൈസ മുടക്കും. ആ പൈസ മുടക്കിയത് പോയി കഴിയുമ്പോൾ പിന്നെ ആ മുടക്കിയ പൈസ തിരിച്ചു കിട്ടാൻ വേണ്ടി അടുത്ത സാധനം അതേ ആൾക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ ഇഷ്ടംപോലെ സ്കാമുകൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് ആലോചിച്ച് നോക്കുക. ആരെങ്കിലും പറയാണ് നമ്മുടെ ഈ പൈസ തന്നു കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് ഇരട്ടിപ്പിച്ച് തരാം, 3 മാസം കൊണ്ട് ഇരട്ടി തരാം എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ സ്വയം ഒന്ന് ചിന്തിക്കണം. അത് വർക്ക് ചെയ്യുന്നൊരു പ്രോജക്റ്റ് ആണെങ്കിൽ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പണിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ചുമ്മാ എനിക്ക് പരിചയമുള്ള ഒരാൾ പറഞ്ഞത്, ഇതുപോലെ ഇരട്ടിച്ച് ആരെങ്കിലും തരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും ആൾക്കാർ ബാറിൽ പോയിരുന്ന് വെള്ളം അടിക്കുമല്ലോ. വേറെ പണിയൊന്നുമില്ലല്ലോ. കാരണം 2 മാസം കൂടുമ്പോൾ ഇരട്ടിച്ച് കിട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ചുമ്മാ നമ്മൾ രാവിലെ പണിക്ക് പോകേണ്ട കാര്യമുണ്ടോ? അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞാണ്, ഇനി ബാറിൽ പോയിരുന്ന് വെള്ളം അടിക്കാമെന്ന് വിചാരിച്ചാൽ അവിടെ ഇരിക്കുന്ന ഒരു വെയിറ്റർ അവിടെ ഉണ്ടെങ്കിലല്ലേ വെള്ളം അടിക്കാൻ പറ്റുള്ളൂ. അയാളും ഇത് തന്നെയാണ് ചെയ്യുന്നെങ്കിലോ? അയാളും എവിടെയെങ്കിലും കുറച്ച് പൈസ ഇട്ടിട്ട് ഇരട്ടിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ അയാൾ രാവിലെ ഇവിടെ ഒന്ന് സാർ നമ്മൾ സെർവ് ചെയ്യാമെന്ന് നിൽക്കും? ഇല്ലല്ലോ. അപ്പോൾ ആരും കാണുകയല്ലോ. ഇത് ശരിയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല, അങ്ങനെ പോസിബിൾ അല്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, പരിചയമുള്ള ഒരാൾക്ക് പോലും പൈസ കൊടുത്താൽ തിരിച്ചു കിട്ടും. അടുത്ത കാലത്ത് ഒരു പരിചയമില്ലാത്ത ഏതെങ്കിലും പരിപാടിക്കകത്ത് ആരെങ്കിലും കൊണ്ട് പൈസ ഇട്ടിട്ട് പൈസ കിട്ടും എന്ന് വിചാരിച്ച് നോക്കിയിരിക്കുന്ന, വേഴാമ്പലം മഴ നോക്കിയിരിക്കുന്ന പോലെ നോക്കിയിരിക്കുന്ന, അതൊരു ലോട്ടറി മാത്രമാണ്. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ലോട്ടറി അടിച്ചിട്ടുള്ളവരുടെ സ്റ്റോറി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലോട്ടറി അടിച്ചിട്ടുള്ള ആൾക്കാർ നേരത്തെ ഉണ്ടായിരുന്ന വീടും കൂടെ അവർ വിൽക്കേണ്ട അവസ്ഥ വന്നെന്നാണ് പറയുന്നത്. കാരണം ഒരു സ്കില്ലും ഡെവലപ്പ് ചെയ്യാതെ കുറെ പൈസ ഒന്നിച്ച് അവർക്ക് കിട്ടിയപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വീടുകൂടെ പോയെന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ലോട്ടറികൾക്കൊന്നും വേണ്ടി വെയിറ്റ് ചെയ്ത്, ഒരിക്കലും സംഭവിക്കാത്ത ലോട്ടറികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ നമ്മൾ ജെന്യൂൻ ആയിട്ടുള്ള, ഇന്നത്തെ മാർക്കറ്റ് മാറുന്നതിനനുസരിച്ച് ഒരു സ്കില്ല് പഠിച്ചെടുത്താൽ, ഒരു ഹൈ ഇൻകം സ്കില്ല് പഠിച്ചെടുത്താൽ ജീവിതകാലം മുഴുവൻ നമുക്ക് ഈ മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് വരുമാനം ഉണ്ടാക്കാവുന്ന
ഒന്നാന്തരം ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ചിലപ്പം ഞാൻ പറയുമ്പോൾ ക്രിപ്റ്റോ കറൻസിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇനിയുള്ള കാലത്ത് നമ്മുടെ എക്കണോമി ഇപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് ഒരു സെൻട്രലൈസ്ഡ് എക്കണോമി എന്ന് പറയാം. സെൻട്രലൈസ്ഡ് എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ അസറ്റ് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരു IT ഡിപ്പാർട്ട്മെന്റിലോ അല്ലെങ്കിൽ ഒരു RBIയിലുള്ള ഒരാൾക്ക് ഒരു വിരൽത്തുമ്പിൽ കിട്ടുമായിരുന്നു. ഇനിയുള്ള കാലത്ത് അത് സാധിക്കില്ല. അത് ഒരാളുടെ അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വെർച്വൽ അസറ്റായിട്ട് അവർക്ക് സൂക്ഷിക്കാം. ഒരാൾക്ക് അവരെ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല, എത്ര കോടി രൂപ അസറ്റ് ഉണ്ടെന്നുള്ളവരും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. അതിനെയാണ് ഡീസെൻട്രലൈസ്ഡ് എക്കണോമി എന്ന് പറയുന്നത്. ഈ ഡീസെൻട്രലൈസ്ഡ് എക്കണോമിയിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ക്രിപ്റ്റോയെ കുറിച്ചാണ്. പക്ഷെ ക്രിപ്റ്റോയെ കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ കേട്ടിരിക്കുന്നത് എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഒത്തിരി തെറ്റായ ധാരണകൾ നമ്മുടെ നാട്ടിൽ ഇതുപോലെ പരത്തിയിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് സ്കാം നടത്തുന്നവരാണ് ഒരു റീസൺ. രണ്ടാമത്തെ ആൾക്കാർ ഹൈ റിസ്ക് ഉള്ള ട്രേഡിങ് പഠിക്കാതെ, ട്രെയിൻഡ് അല്ലാതെ, ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാതെ, പ്രോപ്പറായിട്ട് മനസ്സിലാക്കാതെ ഹൈ റിസ്ക് ഉള്ള ട്രേഡിങ് പോയി ചെയ്ത് കാശ് കളഞ്ഞവരുണ്ടാവാം. പക്ഷേ ഈ സബ്ജക്റ്റ് പഠിക്കേണ്ടത് ഇന്ന് ഭാവിയുടെ സാധനമാണ്. വ്യക്തമായിട്ട് ഈ സബ്ജക്റ്റ് പഠിക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ വലിയ ഫ്യൂച്ചർ ഉണ്ട്. സബ്ജക്റ്റ് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമ്മൾ ഈ മാക്ലൻ എന്ന് പറഞ്ഞ കമ്പനി ചെയ്യുന്നത് ക്രിപ്റ്റോയെ കുറിച്ചും ഫോറക്സിനെ കുറിച്ചും വ്യക്തമായിട്ട് ബേസിക് ലെവൽ മുതൽ ഹയർ ലെവൽ വരെ പഠിപ്പിച്ചു തരുന്ന ഒരു എഡ്യൂക്കേഷണൽ പ്രോഗ്രാമാണ്. ഇതിനകത്ത് എഡ്യൂക്കേഷൻ ട്രെയിനിങ് മാത്രമാണ് ഈ മാക്ലൻ എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി ചെയ്യുന്നത്. ഇത് 2 ഓർഗനൈസേഷൻ്റെ ഒരു പാർട്ട്ണർഷിപ്പ് അല്ല കോമ്പിനേഷൻ ആണെന്ന് പറയാൻ പറ്റും. മാക്ലൻ എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ, രണ്ടാമത് ബിറ്റ്കറ്റ് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ, രണ്ടിൻ്റെയും കൂടെ ഒരു പാർട്ട്ണർഷിപ്പാണ് ഇതിനകത്ത് വരുന്നത്. മാക്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർവീസ് പ്രൊവൈഡർ ആയിട്ട് വരും. നിങ്ങളുടെ മൊബൈലിലൊക്കെ എയർടെൽ അല്ല ഐഡിയയുടെ നെറ്റ്വർക്ക് ഉണ്ട് എന്ന് പറയുന്ന ഒരു സർവീസ് പ്രൊവൈഡറാണ് മാക്ലൻ. ബിറ്റ്കറ്റ് എന്ന് പറയുന്നത് ലോകത്തെ 6ാമത്തെ ക്രിപ്റ്റോ എക്സ്ചേഞ്ച് ആണ്, ലോകത്തെ തന്നെ. അതായത് ലോകത്ത് ഏകദേശം 38,000-ഓളം എക്സ്ചേഞ്ചുകളുണ്ട്. 38,000-ഓളം എക്സ്ചേഞ്ചുകൾ ഉള്ളതിനകത്ത് ലോകത്തെ 6ാമത്തെ റാങ്കിങ് നിൽക്കുന്ന ഒരു എക്സ്ചേഞ്ചാണ് ബിറ്റ്കറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ഈ ബിറ്റ്കറ്റും ഈ നേരത്തെ ഞാൻ പറഞ്ഞ മാക്ലനും ജോയിന്റ് ആയിട്ടുള്ളൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് തരുന്നത്. ഈ ബിറ്റ്കറ്റിന്റെ ഒഫീഷ്യൽ പാർട്ണറാണ് മാക്ലൻ. ബിറ്റ്കറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പബ്ലിക് ഡൊമൈനിലുള്ളതാണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. coinmarketcap.com എന്ന് പറഞ്ഞ സൈറ്റൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ചുകളുടെ ക്രെഡിബിലിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ റാങ്കിങ് മനസ്സിലാക്കാൻ പറ്റും. അതിൽ നടന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് വോളിയം മനസ്സിലാക്കാൻ പറ്റും. ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളല്ല, ഇനി ഇതിന് ശേഷം വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള സെഷനൊക്കെ വരാനുണ്ട്. അവിടെയൊക്കെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം, ചെക്ക് ചെയ്യാം. വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ നോക്കി മനസ്സിലാക്കി നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കാരണം ഇതിനകത്തൊക്കെ വലിയ ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടെങ്കിലും പലർക്കും സാറി മ്യൂട്ടായല്ലോ. സൗണ്ട് കേൾക്കുന്നില്ല സാറേ. ശ്രീജി സാറേ, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ? ഇപ്പൊ കേൾക്കാം, ആദ്യം കേൾക്കുന്നില്ലായിരുന്നു. ഓക്കെ റൈറ്റ്. ഇടയ്ക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായതാ. ഓക്കെ, ഒരു മിനിറ്റ്.
ഒറ്റ മിനിറ്റ്, സ്ലൈഡ് ഒന്ന് ഓപ്പൺ ആയിക്കോട്ടെ. ഓക്കെ, ബിറ്റ്കെറ്റ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് എന്താണെന്ന് ഞാൻ പറഞ്ഞു. ബിറ്റ്കെറ്റ് എന്ന് പറഞ്ഞാൽ ലോകത്തെ 6ാമത്തെ എക്സ്ചേഞ്ച് ആണ്, ലോകത്തെ തന്നെ. അതിന്റെ ഒഫീഷ്യൽ പാർട്ണറാണ് ഈ മാക്ലേൺ എന്ന് പറഞ്ഞ എഡ്യൂക്കേഷൻ നമുക്ക് തരുന്നത്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അതായത് ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഒരു കോമ്പിനേഷൻ ആണെന്ന് പറയും. സർവീസ് പ്രൊവൈഡർ ബിറ്റ്കെറ്റ് മാക്ലേൺ ആണ്. അതിന് നമുക്ക് മാക്ലേൺ ഒരു എയർടെലിന്റെ അല്ലെങ്കിൽ ഐഡിയയുടെ സ്ഥാനത്ത് വരുന്നു. ബിറ്റ്കെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാൻഡ്സെറ്റ് അല്ലെ സാംസങ്ങിന്റെ സ്ഥാനത്ത് വരും. ഇവരൊരു കോമ്പിനേഷൻ ആണ് നമുക്ക് ഈ ഓപ്പർച്യൂണിറ്റി തരുന്നത്. ഓക്കെ, നമ്മൾ എല്ലാ ദിവസവും നമുക്ക് 49 മൊഡ്യൂള് ക്രിപ്റ്റോയുടെ 49 മൊഡ്യൂള് ഫോറക്സിന്റെ ഉണ്ട് നമ്മുടെ മാക്ലേന്റെ ഈ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനകത്ത്. നമുക്ക് ഓരോ മൊഡ്യൂളും പഠിച്ച് അടുത്ത മൊഡ്യൂളിലേക്ക് പോയി ഒരു ഗെയിമിഫിക്കേഷനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുവാണ് ചെയ്യുന്നത്. അടുത്ത നമ്മളെ പ്രാക്ടിക്കൽ ട്രെയിനിങ് സെഷൻ ഉണ്ട് എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് പ്രാക്ടിക്കൽ. എനിക്ക് തന്നെ ഇതിനെക്കുറിച്ച് അറിയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ പല ആൾക്കാരും പൈസ കൊടുത്ത് എറണാകുളത്തൊക്കെ നല്ല എമൗണ്ട് ചാർജ് ചെയ്യുന്നുണ്ട് ഈ ക്രിപ്റ്റോ. നല്ല പ്രൊഫഷണൽസിന്റെ അടുത്ത് പഠിക്കണം, ലക്ഷക്കണക്കിന് രൂപ മുടക്കണം. അവിടെയൊക്കെ പഠിച്ചിട്ട് വരുന്നവർ തന്നെ ഒരു 10% ആൾക്കാർ പോലും ചെയ്യുന്നില്ല. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ സംശയം ചോദിച്ച് ക്ലിയർ ചെയ്ത് തരാൻ ആരും ഇല്ലാത്തത് കൊണ്ട് പല ആൾക്കാരും ഇടയ്ക്ക് വെച്ച് അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്ക് പ്രാക്ടിക്കൽ സെഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. നിങ്ങളുടെ സ്ക്രീൻ ഷെയർ ചെയ്ത് നമുക്ക് ചോദിക്കാം, ഉത്തരം കിട്ടും. കൂടാതെ എല്ലാ ദിവസവും നമുക്ക് സിഗ്നൽ തരും. അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യും, എവിടം വരെ മുകളിലേക്ക് പോകും, എവിടം വരെ താഴോട്ട് വരും, ഇത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഫസ്റ്റ് ഡേ മുതൽ ഒരാൾ പ്രോഫിറ്റിലാണ്. ഫൈനലി നമ്മൾ പഠിക്കുന്നത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അതിന് ആരെ കൊണ്ട് പൈസ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനൊന്നുമില്ല. ഏറ്റവും മിനിമം നിങ്ങൾക്ക് ട്രയൽ ചെയ്ത് നോക്കാം. അത് മാത്രമാണ് ഇവിടെ. എഡ്യൂക്കേഷൻ ട്രെയിനിങ് അല്ലാതെ വേറെ യാതൊരു സാധനങ്ങളും ഇവിടെ ഇല്ല. ആൾക്കാരെ കൊണ്ട് പൈസ ഇടിക്കൽ പരിപാടി അല്ല ഇവിടെ നടക്കുന്നത്. ആ കൂടി ട്രെയിനിങ് ഇത്രയും ഫ്യൂച്ചറുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മുടെ നാട്ടിൽ 99% ആൾക്കാർക്കും അറിയാൻ മേല. ആ സബ്ജക്റ്റ് പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ സബ്ജക്റ്റ് പഠിച്ചാൽ നമ്മുടെ നാട്ടിലൊന്നുമില്ലെങ്കിലും പോയി ഓരോ സ്കാമിനകത്ത് പോയി പെടാതെ പൈസ നഷ്ടപ്പെടാതെ ഇരിക്കാനായിട്ട് പറ്റും നമുക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ. അതിനുള്ള അറിവാണ് പ്രധാനമായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നത്. അതോടൊപ്പം തന്നെ അറിവ് മാത്രം കിട്ടിയിട്ട് കാര്യമില്ല, നമുക്ക് പൈസ കൂടെ ഉണ്ടാവണം. അതിനുള്ളൊരു സൊല്യൂഷനാണ് ബിറ്റ്കെറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു എക്സ്ചേഞ്ച്. നമ്മുടെ ഫോണിൽ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ KYC, നമ്മുടെ മെയിൽ വെരിഫിക്കേഷൻ കഴിഞ്ഞ് KYC ചെയ്ത് ഫേസ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന അതേ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ കൈവശം തന്നെ നമ്മുടെ വാലറ്റിൽ പൈസ വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്യാം. ഇവിടെ തരുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഒരാളുടെ പോയിലും തേർഡ് പാർട്ടികളിലേക്ക് പൈസ കൊടുക്കണ്ട. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിനിങ്ങുകളുടെ അതിനകത്ത് ആൾക്കാർ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റുകളാണ്. ഇതൊന്നും അല്ല കേട്ടോ, ഇതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് പലരും ഏൺ ചെയ്യുന്നത് പഴയ സ്ലൈഡാണ്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ സെക്കൻഡ് ഡേ തന്നെ ഇന്നിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾ നാളെ രാവിലെ നമ്മുടെ 6:30 മണിയുടെ പ്രോഗ്രാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നാളെ മുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അതാണ് മാത്രമല്ല, ഒരാൾക്ക് പോലും നമ്മൾ 6 മാസമായി പ്രോഗ്രാം റൺ ചെയ്യുന്നു, നോട്ട് ഈവൻ സിംഗിൾ കേസ് ഒരാൾക്ക് പോലും പൈസ നഷ്ടപ്പെട്ടില്ല. അത് ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമായിരിക്കും. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്ന ഹൈ റിസ്ക് ഒരു സംഭവങ്ങളും പഠിപ്പിക്കുന്നില്ല. കാരണം ഹൈ റിസ്ക് പഠിപ്പിച്ചാൽ ആരെങ്കിലും പോയി എന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്ത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് തന്നെ പൈസ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്ലാറ്റ്ഫോമിനെ ബാധിക്കും. അതുകൊണ്ട് സ്പോട്ട് ട്രേഡിംഗ് ആണ് ചെയ്യുന്നത്. അത് ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ ചെയ്യുന്നുണ്ട്. ഒരാൾക്ക് പോലും ആദ്യത്തെ നമ്മുടെ ആവശ്യം മുതൽ പോകരുതെന്നുള്ളതാണ്. അതാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ടാണല്ലോ പ്രോഫിറ്റ്. മുതൽ പോകരുതെന്നുള്ളതാണ് ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അതുകൊണ്ട് ഒരു കാരണവശാലും മുതൽ നഷ്ടപ്പെടുകയില്ലാത്ത രീതിയിലുള്ള പാറ്റേൺ മാത്രമാണ് ഇവിടെ ഫോളോ ചെയ്യിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്നവരെല്ലാവരും തന്നെ ഹാപ്പിയാണ്. എല്ലാവരും പല ലെവലിൽ ഓരോരുത്തരുടെ പ്രോഫിറ്റുകളാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഇതിനകത്ത് കുറേ ആൾക്കാരെ നിങ്ങൾക്ക് ഇതിന് ശേഷം കാണാൻ പറ്റും. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് നമുക്ക് ഇത് ആക്റ്റീവ് ആക്കി നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് 6:30 പ്രോഗ്രാമിന് തുടങ്ങാം. 9,000 റുപ്പീസ് അല്ലെ $100 ഇതിനുള്ള ഫീസ്. ഏറ്റവും നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ കൊടുത്താൽ പോലും ഇത്രയും വ്യക്തമായിട്ടും ഇത്രയും ക്ലിയർ ആയിട്ടും ഇത്രയും ദീർഘകാലത്തേക്ക് സാധാരണ ഇപ്പൊ ഒരു 2 മാസത്തെ കോഴ്സ് 3 മാസത്തെ കോഴ്സുകളാണ് പലരും റൺ ചെയ്യുന്നെങ്കിൽ അവർക്ക് അത്രയും തരാൻ പറ്റുള്ളൂ. നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഡ്രൈവിംഗ് പഠിക്കുകയാണ്, ലൈസൻസ് എടുത്ത് തരും, പക്ഷെ നമ്മൾ വണ്ടി ഓടിക്കണം വീണ്ടും പ്രാക്ടീസ് ചെയ്യേണ്ടി വരും എന്ന് പറയുന്ന പോലെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾ പഠിക്കുന്നിടം വരെ നമുക്ക് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ, സംശയം ചോദിക്കാൻ, ക്ലിയർ ചെയ്ത് തരാൻ ആൾക്കാരുണ്ട്. നമുക്ക് ജീവിതകാലം മുഴുവൻ ഇത് അറ്റൻഡ് ചെയ്യാനും പ്രയോജനപ്പെടുത്താനും പറ്റും. അടുത്തൊരു കാര്യം,
നമുക്കിത് നല്ലതാണെന്ന് തോന്നിയാൽ, ഇതാണ് ഫസ്റ്റ് പോർഷൻ, ഞാനിപ്പോൾ പറഞ്ഞതാണ് ഫസ്റ്റ് പോർഷൻ. അതായത് നമുക്ക് ട്രേഡിങ് പഠിക്കാം, വരുമാനം ഉണ്ടാക്കാം, സേഫായിട്ട് വരുമാനം ഉണ്ടാക്കാം, 1 രൂപ പോലും നഷ്ടപ്പെടാതെ വരുമാനം ഉണ്ടാക്കാം. ആവറേജ് ഒരു മാസം ഒരു 30 to 50% പ്രോഫിറ്റ് ഉണ്ടാക്കാം നമ്മളെ ഇൻവെസ്റ്റ്മെന്റിന്റെ. അത് നമ്മളാരും പറയുന്ന കേട്ട് ചെയ്യേണ്ട. നിങ്ങൾ ഏറ്റവും ചെറിയ രൂപ ചെയ്യുക, $10 മുതൽ വേണമെങ്കിൽ ഒരാൾക്ക് ട്രേഡിങ് തുടങ്ങാം. ഏറ്റവും ചെറിയ രൂപയായിട്ട് തുടങ്ങി അത് പഠിച്ച് മനസ്സിലാക്കി മാത്രം നമുക്ക് സ്വയം ബോധ്യപ്പെട്ട് അവരവർ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, ആഡ് ചെയ്യാതിരിക്കണേ അത് അവരവരുടെ ചോയ്സാണ്. ഇതാണ് ഫസ്റ്റ് പാർട്ട്. രണ്ടാമത് അടുത്തൊരു ഭാഗം കൂടെ ഉണ്ട്. നമുക്കിത് നല്ലതാണെന്ന് ബോധ്യപ്പെട്ടാൽ ഇതിനകത്തൊരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റത്തിന്റെ ഗുണം എന്താണ്? ഇന്ന് വലിയ വലിയ ഫ്ലൈറ്റ് കമ്പനികൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ആ ഒരു ഫ്ലൈറ്റിൽ പോയി നല്ലൊരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേറെ ആൾക്കാർക്ക്, നമ്മുടെ സുഹൃത്തുക്കൾക്ക് റെഫർ ചെയ്യാം. നമ്മൾ റെഫർ ചെയ്തവരാരെങ്കിലും പോയി നമ്മൾ റെഫർ ചെയ്യുന്ന ആ ലിങ്ക് വഴി പോയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചെറിയ കമ്മീഷൻ കിട്ടും. അല്ലെങ്കിൽ ഇന്ന് ആമസോണും ഫ്ലിപ്കാർട്ടും അല്ല ഇതൊന്നും വേണ്ട, ഗൂഗിൾ പേ നിങ്ങളെല്ലാം ഉപയോഗിക്കുന്നത്. ഗൂഗിൾ പേയുടെ തുടക്കത്തിൽ നമ്മൾ ഒരാൾക്ക് റെഫർ ചെയ്ത് 50 രൂപ തരുമായിരുന്നു ഗൂഗിൾ പേ. ഇതുപോലെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇന്ന് ലോകം മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് രീതിയാണ്. ഇതെന്തിനാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്? ചില ആൾക്കാർക്ക് തോന്നാം ഇതങ്ങ് പരസ്യം ചെയ്താൽ പോരെ ഇവർ ഇത്രയും നല്ലതാണെങ്കിൽ. ഇന്നത്തെ പല സ്റ്റാർട്ടപ്പ് കമ്പനികളും സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭീമമായ പരസ്യത്തിനുള്ള ചെലവാണ്. ഇന്ന് ഗൂഗിൾ ആഡ്സും മെറ്റാ ആഡ്സും ഒക്കെയാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇന്ന് അവർ കണക്ക് കൂട്ടുന്ന ഒരു പെർസെൻറ്റേജ് ഉണ്ട്. ഒരു 10,000 രൂപയുടെ പരസ്യം കൊടുത്താൽ ഒരു 50,000 രൂപയെങ്കിലും അതിൽ നിന്ന് റവന്യൂ വന്നാൽ മാത്രമേ അവർക്ക് മുതലാവുള്ളൂ. കാരണം സ്റ്റാഫിന്റെ സാലറി, ഓഫീസിന്റെ റെന്റൊക്കെ മുതലാകണമെന്നുണ്ടെങ്കിൽ 10,000 രൂപ പരസ്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്താൽ 50,000 രൂപ അല്ല 40,000 രൂപയെങ്കിലും വരണം. പക്ഷെ ഇവിടെ പല സ്റ്റാർട്ടപ്പ് കമ്പനികൾക്കും 10,000 രൂപ സ്പെൻഡ് ചെയ്താൽ 10,000 തന്നെ വരുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയും രൂപ അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ഒക്കെ ഉള്ളൊരു കാലത്താണ്. കാരണം അഡ്വർടൈസ്മെന്റുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. നമ്മൾ പല അഡ്വർടൈസ്മെന്റ് നമുക്ക് തന്നെ വിശ്വാസമില്ല. നമുക്ക് ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം ഇത് കാശ് കൊടുത്ത് ചെയ്യുന്നതാണ്, അല്ലാതെ ഇത് വിശ്വസിക്കാമെന്ന് നമുക്കറിയാമല്ല. അപ്പൊ അവിടെയാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ പ്രത്യേകത. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് നമുക്ക് ബോധ്യപ്പെട്ടൊരു കാര്യം നമ്മുടെ ബന്ധുക്കളോട്, നമ്മുടെ സുഹൃത്തുക്കളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാം. അത് കുറച്ചുകൂടെ വിശ്വാസ്യത കൂടുതലാണ്. ഇനിയുള്ള കാലത്ത് ഈ മോഡൽ ബിസിനസ്സുകളുടെ ആയിരിക്കും ഭാവി ഉണ്ടാകാൻ പോകുന്നത്. അപ്പൊ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരാളെ റെഫർ ചെയ്യാം. നമ്മൾ ഒരാളെ റെഫർ ചെയ്താൽ, ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഒരാളെ റെഫർ ചെയ്താൽ $30 കിട്ടും. നമുക്ക് ഈ മാക്ലറിന്റെ ഈ ഒരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് ഒരാളെ റെഫർ ചെയ്താൽ നമുക്ക് $30 കിട്ടും. ഇത് ഇനി നമ്മുടെ ടീം ലെവലിൽ നമുക്കൊരു ക്ലബുണ്ട്, സ്റ്റാർ ക്ലബ് എന്നാണ് അതിന്റെ പേര്. അതായത് നമ്മൾ ഇവിടെ വന്നു, നമുക്ക് നല്ലതാണെന്ന് തോന്നിയാൽ 2 പേരെ റെഫർ ചെയ്താൽ നമ്മൾ സ്റ്റാർ ക്ലബിൽ വരും. ഈ സ്റ്റാർ ക്ലബിൽ വന്നു കഴിഞ്ഞാൽ അതർ ട്രെയിനിങ്ങുകളുണ്ട്. നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലുകൾ, ലീഡർഷിപ്പ് ട്രെയിനിങ്ങുകൾ, പീപ്പിൾ സ്കില്ലിന്റെ ഡെവലപ്പ് ചെയ്യാനുള്ള ട്രെയിനിങ്ങുകൾ, ഇങ്ങനെ ഒത്തിരി അതർ ട്രെയിനിങ്ങുകളുടെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ നമ്മൾ തരും. സ്റ്റാർ പെർഫോമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, സ്പെഷ്യൽ ഒരു ക്ലബ്ബാണ്. ആ ലെവലിൽ വന്ന് പല ആൾക്കാരും പുറത്ത് പൈസ കൊടുത്ത് 1000-ങ്ങളും 10,000-ങ്ങളും കൊടുത്ത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ, ഇതുപോലത്തെ ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. അങ്ങനെയുള്ള ട്രെയിനിങ്ങുകളൊക്കെ ഇതിനകത്തുണ്ട്. ഇത് ഗ്രൂപ്പായിട്ട് എല്ലാ ദിവസവും രാവിലെ ജോയിൻ ചെയ്ത്, കാരണം ആൾക്കാർക്ക് ഒറ്റയ്ക്കിരുന്ന് ട്രേഡ് ചെയ്യുന്നില്ലല്ല, ഇത് ഒത്തിരി നമ്മുടെ സുഹൃത്തുക്കളുടെ കൂടെ ഒന്നിച്ചിരുന്ന് അത് തന്നെ ഒരു ആവേശമാണ്. കാരണം ഇതൊക്കെ ഒരു കണ്ടിന്യൂസ് മോട്ടിവേഷൻ ഉണ്ടല്ലേ ചെയ്യുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ജിമ്മ് എക്സസൈസ് ചെയ്യണം നമുക്ക് എല്ലാവർക്കും അറിയാം. എക്സസൈസ് ഈ ജിമ്മുകളുടെ അവരുടെ ലാഭം എന്താണെന്ന് അറിയാം? രജിസ്ട്രേഷൻ ഫീസാണ്. രജിസ്ട്രേഷൻ ഫീസ് അവിടെ ചെല്ലുമ്പോൾ അവർ മന്ത്ലി പാക്കേജ് പറയും. മിക്കവാറും ആൾക്കാർ ഇയർലി പാക്കേജിന് നല്ല ഡിസ്കൗണ്ട് കൊടുക്കും. എന്തിനാണെന്നറിയോ? കാരണം മിക്കവാറും ആൾക്കാർ 15 ദിവസം കൊണ്ട് നിർത്തി പോകുന്നവർക്കറിയാം. കാരണം ഒരു കണ്ടിന്യൂസ് മോട്ടിവേഷൻ വേണം ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം. എന്ന് പറയുന്ന പോലെ ഇതിനകത്തും നമ്മൾ ഒറ്റയ്ക്ക് ഏതെങ്കിലും വീട്ടിലിരുന്ന് ഒറ്റയ്ക്ക് ട്രേഡ് ചെയ്യുന്നതല്ല, നമ്മളെല്ലാവരും കൂടി ഒന്നിച്ച് രാവിലെ 6:30 മണിക്ക് ജോയിൻ ചെയ്ത് അവിടെ ഇരുന്ന് എക്സ്പ്ലെയിൻ ചെയ്ത്, അവിടെ ഇരുന്ന് മറ്റുള്ള ആൾക്കാരുടെ മിസ്റ്റേക്കുകൾ കണ്ടുപിടിച്ച്, അല്ല അവർ ചോദിക്കുന്ന സംശയത്തിൽ നമുക്കും പഠിച്ച്, ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആവേശം ഉണ്ടാകും, ചെയ്യാനും ചെയ്തത് നാളെ പിറ്റേ ദിവസം വന്ന് പറയാനും. അങ്ങനെയാണ് നമ്മുടെ ഈ ടീം പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിന്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് ഞാൻ പെട്ടെന്ന് പറയാം. അതായത് ഇവിടെ നമ്മൾ 5 പേരെ റെഫർ ചെയ്യുന്നതിന് വരെ $30 വെച്ചാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്. 6ാമത്തെ ഒരാളായി കഴിഞ്ഞാൽ നമ്മുടെ ഡയറക്റ്റ് റെഫറിന് $40 വെച്ച് ഇൻകം കിട്ടും. അതാണ് 6ാമത്തെ ആളായി കഴിഞ്ഞാൽ കിട്ടുന്നത്. ഓരോ ലെവലും കൂടുമ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്, ആരെയും ചേർക്കുന്ന പരിപാടിയല്ല ഇത്. നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആണ്. പല ആൾക്കാരും വീട്ടിൽ ഹസ്ബൻഡും വൈഫും കുട്ടികളും മുഴുവൻ ആൾക്കാരും കോളേജിൽ പോകുന്ന കുട്ടികളൊക്കെ തന്നെ ഇതിനകത്ത് വന്ന് ചെയ്യുന്നുണ്ട്, നല്ല ഇൻകം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ ഏതൊരു കമ്പനിയെ സംബന്ധിച്ച് കസ്റ്റമർ ഉണ്ടാകുക എന്നുള്ളതാണ് ഏതൊരു കമ്പനിയെ സംബന്ധിച്ചും ആവശ്യം. കസ്റ്റമർ അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമറെ പ്ലാറ്റ്ഫോമിൽ എത്തിക്കുക എന്നുള്ളതാണ് എല്ലാ കമ്പനികളും ആഗ്രഹിക്കുന്നതും ശ്രമിക്കുന്നതും. ഇവിടെ കസ്റ്റമർ അക്വിസിഷന് തയ്യാറാകുന്ന ആൾക്കാർക്ക് അവർ പരസ്യം കൊടുക്കേണ്ടിയിരുന്ന രൂപ നമുക്കെടുത്ത് തിരിച്ചു തരുന്നു. സിമ്പിൾ ആസ് ദാറ്റ്. അവർ പരസ്യം കൊടുത്ത് വേണം കസ്റ്റമേഴ്സിനെ, അല്ലെ അവരുടെ പഠിക്കാനുള്ളവരെ അവരുടെ പ്ലാറ്റ്ഫോമിൽ എത്തിക്കേണ്ടത്. അതിന് പകരം ആ പരസ്യം കൊടുക്കുന്ന രൂപ എടുത്ത് നമുക്ക് തരാൻ തയ്യാറാണ്. നമ്മളും കൂടെ ശ്രമിച്ച് ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൂടുതൽ ആൾക്കാരെ എത്തിക്കാൻ തയ്യാറായാൽ, അങ്ങനെ നമ്മൾ 5 പേരെ കഴിഞ്ഞ് 6ാമത്തെ ഒരാളെ എത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് $40 ഇൻകം ഉണ്ട്. ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് നമ്മൾ പോവുകയാണ്.
അതുപോലെ തന്നെ നമ്മൾ അടുത്ത അംബാസഡർ എന്ന് പറഞ്ഞൊരു റാങ്ക് ഉണ്ട്. ഈ അംബാസഡർ റാങ്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ടീമിൽ ടോട്ടൽ ഒരു 25 പേര് വരും. ഈ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു $45 നമുക്ക് കമ്മീഷൻ കിട്ടുന്ന ഒരു ലെവലാണ്. ഈ ലെവൽ മുതൽ നമുക്കൊരു അഡീഷണൽ ബെനിഫിറ്റ്, ഞാൻ ഇതിന് ശേഷം പറയാം, ഒരു അഡീഷണൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ലെവലാണ് അംബാസഡർ എന്ന് പറഞ്ഞ ലെവൽ മുതൽ. അടുത്തത് മില്യനെയർ എന്ന് പറഞ്ഞൊരു ലെവലുണ്ട്. നമുക്ക് ഈ മില്യനെയർ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ $50 ഇൻകം ഉണ്ട്. $50 ഡയറക്റ്റ് റെഫറലിനുണ്ട്. ഇത് കൂടാതെ നമുക്ക് ഒത്തിരി അതർ ബെനിഫിറ്റോടെ ഉള്ള വലിയ ഇൻകം ലെവലാണ് മില്യനെയർ ലെവൽ. അടുത്ത ബില്യനെയർ ലെവൽ. ഇത് വേൾഡ് വൈഡ് ആണ് കേട്ടോ, നമ്മുടെ വീടിനടുത്തോ പഞ്ചായത്തിലൊന്നും അല്ല, ലോകം മുഴുവനും എവിടെ വേണേലും ഉള്ള ആൾക്കാരെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. കമ്പനി ഇന്റർനാഷണൽ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന കമ്പനിയാണ്. ലോകത്തിൽ എവിടെ, ലോകത്തിന്റെ ഏത് മൂലയിൽ ഇരിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ കൂടെ അടുത്ത ഇപ്പം ബില്യനർ ആയി കഴിഞ്ഞാൽ $55 ഒരാളെ റെഫർ ചെയ്താൽ തന്നെ കിട്ടുന്നത്, ടീമിൽ നിന്നുള്ളത് വേറെ. ഓക്കെ, ട്രില്യനെയർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ ഇൻകമാണ്. $60 നമ്മൾ ഒരാളെ റെഫർ ചെയ്താൽ തന്നെ കിട്ടും. ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന ഇൻകം വേറെ. അത് കൂടാതെ ഈ എക്സ്ചേഞ്ചിന് കിട്ടുന്ന ബ്രോക്കറേജ്, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഒരു അസോസിയേറ്റ് റാങ്കിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരാളെ റെഫർ ചെയ്താൽ $30 കിട്ടും. നമ്മൾ അഫിലിയേറ്റ് റാങ്ക് ഉയർത്തിയാൽ, അഫിലിയേറ്റ് റാങ്കിലേക്ക് എത്തിയാൽ നമ്മൾ ഡയറക്റ്റ് റെഫറൽ 40, ബാക്കി ടീമിൽ നിന്നുള്ളതാണ് റൈറ്റ് സൈഡ് കാണിക്കുന്നത്. അംബാസഡർ റാങ്കിൽ 45, മില്യനെയർ റാങ്കിൽ 50, ബില്യനെയർ റാങ്കിൽ 55, ട്രില്യനെയർ റാങ്കിൽ 60. ബാക്കി നമ്മൾ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കിട്ടുന്നതാണ് ബാക്കി കാണിച്ചിരിക്കുന്നത്. ഓക്കെ, എലൈറ്റ് പാർട്ണർ എന്ന് പറഞ്ഞൊരു ലെവലുണ്ട്. അതായത് നമ്മൾ 60% ലെവൽ എത്തിക്കഴിഞ്ഞാൽ ഒരു 5% കമ്പനി മാറ്റി വെച്ചിട്ടുണ്ട്. കമ്പനിയുടെ ഗ്ലോബൽ ടേൺ ഓവറിന്റെ 5% കിട്ടുന്ന ഒരു ലെവലാണ്. അതാണ് എലൈറ്റ് പാർട്ണർ എന്ന് പറഞ്ഞത്. വലിയ ഇൻകവും വലിയ പൊസിഷനും ആയിരിക്കും. ഒരു കമ്പനിയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു ലെവലാണ്. അതൊക്കെ വലിയ വലിയ ഇൻകമാണ്. ഓക്കെ, ഈക്വൽ റാങ്ക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. പാർട്ണർഷിപ്പ് ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അംബാസഡർ എന്ന് പറഞ്ഞ റാങ്ക് മുകളിലേക്ക് എത്തുന്നവർക്ക് നമ്മൾ ഏത് എക്സ്ചേഞ്ചിൽ ട്രേഡിംഗ് നടത്തിയാലും അവിടെ ഒരു ബ്രോക്കറേജ് നമ്മൾ കൊടുക്കേണ്ടി വരും. ഏത് എക്സ്ചേഞ്ച് നടത്തിയാലും ഇവിടെ ഈ ബിക്കറ്റിന്റെ എക്സ്ചേഞ്ചിലൂടെ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ബ്രോക്കറേജിന്റെ 50% ഈ ബിക്കറ്റ് ഈ മാക്ലൻ എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുക്കും. അവർക്ക് കിട്ടുന്ന ബ്രോക്കറേജിന്റെ 50% ഈ മാക്ലൻ കമ്പനിക്ക് കൊടുക്കും. മാക്ലന് കിട്ടിയിട്ടുള്ള ബ്രോക്കറേജിന്റെ 95% അവര് ഇത് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ അവരുടെ കമ്പനിയുടെ കൂടെ നിന്നവരിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അംബാസഡർ റാങ്ക് എത്തിയ ആൾക്കാരുടെ ഇടയിലേക്ക് 40% കൊടുക്കും. മില്യനെയർ റാങ്കിൽ എത്തിയ ആൾക്കാർക്ക് 25% കൊടുക്കും. ബില്യനെയർ റാങ്കിൽ 15% കൂടെ അഡീഷണൽ ആയിട്ടോ, ആദ്യം 40 കൊടുക്കും. മില്യനെയർ എത്തിക്കഴിഞ്ഞാൽ 40 + 25 65 കൊടുക്കും. ബില്യനെയർ ആയിട്ടുണ്ടെങ്കിൽ അത് 80 ആവും. ട്രില്യനെയർ ആയിട്ടുണ്ടെങ്കിൽ 90 ആവും. എലൈറ്റ് പാർട്ണറായ 95% കമ്പനിക്ക് കിട്ടുന്ന ബ്രോക്കറേജിന്റെ, അതായത് ബിക്കറ്റ് ഈ മാക്ലന് കൊടുക്കുന്ന ബ്രോക്കറേജിന്റെ 95% ഇത് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ കൂടെ നിൽക്കുന്ന ആൾക്കാർക്കിലേക്ക് തിരിച്ചു കൊടുക്കും. അതായത് നമ്മൾ സ്വന്തമായിട്ടൊരു എക്സ്ചേഞ്ച് നടത്തുന്ന പോലെ അതിന്റെ ഒരു ബെനിഫിറ്റ് നമുക്കിവിടെ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. അടുത്ത റീസൈക്ലിംഗ് ബെനിഫിറ്റ് വലിയ ഒരു ഇതാണ്. ഒത്തിരി അതുപോലെ ഒത്തിരി അതർ ഇൻകം ഉണ്ട്. ഇനി ഞാൻ വളരെ പെട്ടെന്ന് എന്താണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഒന്ന് കാണിച്ചേക്കാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിന് ശേഷം പറയുന്നുണ്ടാവും. എങ്കിലും ഏതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം എന്ന് ഞാനൊന്ന് വളരെ പെട്ടെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. അതായത് ബിറ്റ്കെറ്റ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ച് ആണ് ഞാൻ പറഞ്ഞു. ബിറ്റ്കെറ്റ് ഒന്ന് നിങ്ങളെ കാണിക്കുകയാണ്. ബിറ്റ്കെറ്റ് എൻ്റെ ആ ഒരു ഇന്റർഫേസ് ഒന്ന് കാണാം. ഇതാണ് ബിറ്റ്കെറ്റ് എന്ന് പറഞ്ഞ ലോകത്തെ 6ാമത്തെ എക്സ്ചേഞ്ച് ആണ്. ഇതാണ് ഈ മാക്ലനുമായിട്ട് പാർട്ണർഷിപ്പ് ഉള്ള എക്സ്ചേഞ്ച്. ഈ എക്സ്ചേഞ്ചിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. ഇതിനകത്ത് ഇത് ഹോം പേജ് ആണ് കാണുന്നത്. ഇവിടെ മാർക്കറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് സ്പോട്ട് ആണ് നമ്മൾ ചെയ്യുന്ന ട്രേഡിങ്. അതിനകത്ത് ഫ്യൂച്ചറിനും മാർജിനും ഒക്കെ കാണാം. അതല്ല ചെയ്യുന്നത്. സ്പോട്ട് ആയതുകൊണ്ടാണ് ഒരിക്കലും പൈസ പോകില്ലെന്ന് ഉറപ്പ് പറയാൻ കാരണം. ഇതിനകത്ത് ഏറ്റവും മുകളിൽ കിടക്കുന്ന എത്തീറിയം എന്ന് പറഞ്ഞ കോയിനാണ് നിങ്ങൾ കാണുന്നത്. ഇതൊക്കെ നിസ്സാര വിലയ്ക്ക് 2014 വളരെ നിസ്സാര രൂപയ്ക്ക് വാങ്ങാമായിരുന്നു. ഇപ്പോൾ കോടികളായിട്ട് വേണമെങ്കിൽ, നല്ല കോയിൻ ആണെങ്കിൽ കേട്ടോ. ക്രിപ്റ്റോയിൽ ഇതെല്ലാം നമ്മളിവിടെ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന ടോപ്പ് 10 ക്രിപ്റ്റോ എന്ന് പറയുന്നത് ഏകദേശം 49 ലക്ഷത്തോളം ഉണ്ട്. അതിനകത്ത് 18,000 എണ്ണം മാത്രമേ ആക്റ്റീവ് ആയിട്ടുള്ളൂ. ഏകദേശം 2,000 എണ്ണം മാത്രമേ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. പല ആൾക്കാർ ഇവിടെ ക്രിപ്റ്റോയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ പറയുന്നത് ഒരു കാരണവശാലും വളരാനോ യാതൊരു സ്കോപ്പും ഇല്ലാത്തതിനൊക്കെ ആയിരിക്കാം. അതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കാൻ അറിവുണ്ടാവണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അറിവുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് സ്വയം ചെക്ക് ചെയ്യാവുന്നുള്ളൂ. ആരെങ്കിലും പറയുന്നത് കേട്ട് ചെയ്യേണ്ട കാര്യമില്ല. ടോപ്പ് 10 വരുന്ന കോയിൻ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ട്രേഡ് ചെയ്യുകയോ ഇൻവെസ്റ്റ് ചെയ്യുകയോ എന്ത് ചെയ്താലും 101% ഉറപ്പാണ് യാതൊരുവിധ ട്രബിളും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ള കാര്യം. അപ്പൊ ആദ്യത്തെ എത്തീറിയം എന്ന് പറഞ്ഞ കോയിനാണ്. 4292 ഇപ്പോഴത്തെ ഡോളറാണ് ഇപ്പോഴത്തെ വില. BTC നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബിറ്റ് കോയിൻ 1,13,880 രൂപയാണ്, ഡോളറാണ് ഇന്നത്തെ വില. അതായത് 1 കോടി രൂപയുടെ മുകളിൽ. ഇതൊരു 2010 വെറും ഇന്ത്യൻ റുപ്പീസ് 4 രൂപ ഉണ്ടായിരുന്ന സാധനമാണ്. അതായത് 4 രൂപ ഉള്ളതിന് ഇന്ന് 1 കോടി രൂപയുടെ മുകളിൽ വില വന്നിട്ടുണ്ട്. അത് സത്യമാണ്.
പല സ്കാമുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നവർ ആദ്യം ഹൈലൈറ്റ് ചെയ്യുന്ന ഈ ബിറ്റ് കോയിന്റെ ഗ്രോത്ത് പറയും, എന്നിട്ട് പറയും ഞങ്ങളുടെ കോയിൻ ഇതുപോലെ വളരാൻ പോകുന്നതാണ്, ഇതിനകത്ത് പൈസ മുടക്കിക്കോളാൻ പറഞ്ഞൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്. അതൊക്കെ ഇനിയുള്ള കാലത്ത് ഇങ്ങനത്തെ സ്കാമിന്, കാരണം ഇന്നൊരു ഡിജിറ്റൽ വേൾഡിലാണ് ഇനി നമ്മൾ ജീവിക്കാൻ പോകുന്നത്. അപ്പൊ ഇനിയുള്ള കാലത്ത് ഇതുപോലത്തെ സ്കാമുകളിലൊന്നും പോയി പെടാതിരിക്കണമെങ്കിൽ നമുക്ക് അറിവുണ്ടാക്കണം. ആ അറിവുണ്ടാക്കാനുള്ള പ്ലാറ്റ്ഫോമാണ് ഇവിടെ മാക്ലെൻ തരുന്നത്. ഇതിനകത്ത് നല്ല സബ്ജക്ട് നോളജ് ഉള്ളൊരു നല്ല പ്രൊഫഷണൽസ് ഇതിനകത്തുണ്ട്. അവരുടെയൊക്കെ സെഷൻ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു 9,000 രൂപ നമ്മൾ എവിടെയെല്ലാം കൊണ്ട് വെറുതെ കളയുന്ന പൈസയാണ്. ഇവിടെ ഒരു 9,000 രൂപയ്ക്ക് ഇഷ്ടം പോലെ അറിവ് കിട്ടും. അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇൻകം ഉണ്ടാക്കാനും അല്ലെ നിലവിലുള്ള ഇൻകം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വർദ്ധിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇത് സൊളാന എന്ന് പറഞ്ഞ കോയിനും BTC എന്ന് പറഞ്ഞ 2 കോയിനാണ് പ്രധാനമായിട്ട് നമ്മളിവിടെ പഠിപ്പിക്കുന്നത്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, പക്ഷേ 2 എണ്ണത്തിൻ്റെ തന്നെ ചാർട്ട് എല്ലാ ദിവസവും സിഗ്നൽ തരുന്നത് ഈ 2 എണ്ണത്തിനാണ്. ഇത് നമുക്ക് നോക്കി മനസ്സിലാക്കാം. ഇത് കഴിഞ്ഞ 15 മിനിറ്റിലെ ചാർട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇതിനകത്ത് റെഡ് കളറിലുള്ള കാൻഡിൽ കാണുന്നത് സെല്ല് നടക്കുന്നതിനാണ് റെഡ് കളർ കാൻഡിൽ കാണുന്നത്. ബ്ലൂ എന്ന് പറഞ്ഞത് ബൈ നടക്കുന്നതാണ് ബ്ലൂവിന് നമുക്ക് കാണുന്നത്. ഇതൊക്കെ നോക്കി നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റണം. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ പറ്റുന്നതല്ല. അതിനാണ് ഇവിടെ എക്സ്പീരിയൻസ് ഉള്ളവർ നമുക്ക് ആദ്യത്തെ ദിവസങ്ങളെല്ലാം നമുക്കത് കൃത്യമായിട്ട് നമുക്ക് സിഗ്നൽ തരുന്നുണ്ട്. നമുക്കത് വെച്ച് ജസ്റ്റ് ഡാറ്റ എൻട്രി മാത്രമേ ഉള്ളൂ. ബൈയും സെല്ലും ഇട്ടാൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടി തുടങ്ങും. ഗ്രാജുവലി നമ്മളിത് പഠിച്ചു തുടങ്ങും. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നോക്കി നമുക്ക് മാർക്കറ്റ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ദിവസം തന്നെ അല്ലെങ്കിൽ ഒരു മാസം 100%, അതായത് 1,00,000 രൂപ 1,00,000 രൂപ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പഠിക്കാൻ പറ്റും സ്വന്തമായിട്ട്. അല്ലാതെ വേറെ ആരെയും ഏൽപ്പിച്ചിട്ട് നോക്കിയിരിക്കുകയല്ല ചെയ്യുന്നത്. വേറെ ആരെ ഏൽപ്പിച്ചിട്ട് തിരിച്ചു തരുമെന്നൊക്കെ പറയുന്നതിനകത്ത് 99% തിരിച്ചു കിട്ടിയിട്ടില്ല. അതാണ് നമ്മുടെ അനുഭവം. നേരിട്ട് പരിചയമുള്ള ആൾക്ക് പൈസ കൊടുത്തിട്ട് കിട്ടുന്നില്ല, പിന്നെയാണെന്ന് വേറൊരാളെ കൊണ്ട് കൊടുത്താൽ. അപ്പോൾ ഇവിടെ 4 മണിക്കൂറിൻ്റെ ചാർട്ട് കാണാം, 1 അവറിൻ്റെ ചാർട്ട് കാണാം, 15 മിനിറ്റ് കാണാം. സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നവർ 15 മിനിറ്റ് ചാർട്ടൊക്കെ വെച്ച് നോക്കിയിരിക്കുന്നവരുണ്ട്. പ്യുവർലി പാർട്ട് ടൈം ആയിട്ട് പോകുന്നവർക്ക് നമുക്ക് 1 അവർ ചാർട്ടോ 4 അവർ ചാർട്ടോ സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് ബൈ ഓർഡറോ സെൽ ഓർഡറോ ഒക്കെ ഇട്ട് പോകാം. നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ 24 മണിക്കൂർ മാർക്കറ്റാണ്. രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ ചാർട്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. 66% ആൾക്കാരും ലാർജ് സെല്ലേഴ്സ് മാർക്കറ്റ് വന്നിരിക്കുന്നതാണ്. 66%. 27% ആൾക്കാർ ബയേഴ്സ് വന്നിട്ടുള്ളൂ. ബ്ലൂ കളർ എന്ന് പറഞ്ഞാൽ ലാർജ് ബയേഴ്സും റെഡ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് സെല്ലേഴ്സുമാണ്. ഇതിന്റെ മാർക്കറ്റ് എങ്ങനെയാണ്, വില കൂടുന്നതും കുറയുന്നതും എങ്ങനെയാണ്? സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കാനൊരു കണക്ക് ഞാൻ പറയാം. അതായത് നമ്മളിവിടെ മീനും ഇറച്ചിയൊക്കെ എപ്പോഴാണ് വില കൂടുന്നത്? വില കൂടുന്നത് ട്രോളിംഗ് നിരോധനമൊക്കെ വരുമ്പോഴാണ് മീനിന് വില. കാരണം എന്തുകൊണ്ടാണ്? അവൈലബിലിറ്റി കുറഞ്ഞു, അപ്പോൾ ഡിമാൻഡ് കൂടി. അതുപോലെ തന്നെ എപ്പോഴാണ് വില കുറയുന്നത്? എല്ലാവരും ഉപയോഗിക്കുന്നു, മാർക്കറ്റിൽ ആവശ്യത്തിലല്ല, എല്ലാവരും ഉപയോഗിക്കുന്നില്ല. നമ്മൾ നോമ്പ് കാലം വരുമ്പം എല്ലാവരും ഉപയോഗിക്കുന്നില്ല, മാർക്കറ്റിൽ ആവശ്യത്തിലധികം സാധനം വരുമ്പം വില കുറയും. ഇത് തന്നെ ഇവിടെ മാർക്കറ്റിൽ വിൽക്കാൻ സെല്ലേഴ്സ് കൂടുതൽ വരുമ്പം വില കുറയും, ബയേഴ്സ് കൂടുതൽ വരുമ്പം വില കൂടും. ഇതിനകത്ത് നോക്കുവാണെങ്കിൽ 66% എന്ന് കാണിച്ചിരിക്കുന്നത് ലാർജ് ക്വാണ്ടിറ്റി സെല്ലേഴ്സ് ആണ്. ഇപ്പോഴത്തെ ഒരു ഇത് നോക്കിയിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് താഴുവാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓരോ മിനിറ്റിലും മാർക്കറ്റ് മാറ്റം വന്നുകൊണ്ടിരിക്കും. ഇതൊക്കെ മനസ്സിലാക്കി ചെയ്യാനാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു സൊളാന എന്ന് പറഞ്ഞ കോയിൻ, ഒരു കോയിന്റെ വിലയാണ് നിങ്ങൾ ഈ കാണുന്നത് $183 എന്ന് പറയുന്നത്. ഒറ്റ കോയിന്റെ വിലയാണ്. പക്ഷെ നമുക്ക് ഒരു കോയിനായിട്ട് വാങ്ങണമെന്നില്ല. ജസ്റ്റ് $10 വേണേലും വാങ്ങാം. വെറും $10 വേണേലും നമുക്ക് വാങ്ങാം. ഈ $10 വാങ്ങിക്കഴിഞ്ഞാൽ താഴെ നമുക്ക് ബൈ സോൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നേരം $10 നമുക്ക് വാങ്ങാം. വാങ്ങിയ $10 വാങ്ങിയാൽ ഉടനെ തന്നെ ചെയ്യേണ്ടത് നമുക്ക് വേണമെങ്കിൽ സെൽ ഓർഡർ ഇടാം. നമുക്ക് നോക്കിയിരിക്കാൻ സമയമില്ലാത്ത ഒരാളാണെങ്കിൽ അന്നേരം നമുക്കൊരു സെൽ ഓർഡർ ഇടാം. ഒരു 2% ഒക്കെ വില കൂട്ടി നമുക്കിപ്പോൾ ഇവിടെ എഡിറ്റ് ചെയ്യാം. ഇവിടെ എഡിറ്റ് ചെയ്ത് 83 എന്നുള്ളത് നമുക്കൊരു 87 വെച്ചിട്ട് നമുക്കൊരു സെൽ ഓർഡർ ഇട്ട് വെക്കാം. ഇത് ഇട്ട് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ 187 ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലായിട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നോളൂ. നമ്മുടെ മൊബൈലിൻ്റെ നെറ്റ് ഓഫ് ആണെങ്കിലും മൊബൈൽ ഓഫ് ആണെങ്കിലും ഇത് സംഭവിച്ചോളൂ എന്നുള്ളതാണ് ഇതിന് പ്രത്യേകത. ഇപ്പം നമ്മൾ രാത്രി സമയത്തോ ഓഫീസിലുള്ള സമയത്തോ ബിസിനസ് ചെയ്യാൻ തിരക്കുള്ള സമയത്തോ ഒക്കെ ആണെങ്കിലും ഇവിടെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. പാർട്ട് ടൈം ആയിട്ട് നമുക്ക് പ്യുവർലി പാർട്ട് ടൈം ആയിട്ട് കൊണ്ടുപോകാം. ഓക്കെ, നമ്മൾ ആദ്യം 2% കൂട്ടിയിട്ട് വിൽക്കാൻ വെച്ചെങ്കിൽ നമ്മളൊരു ആവറേജിങ് സിസ്റ്റം വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. വില കുറയുമ്പോൾ നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി വാങ്ങുക, വില കൂടുമ്പോൾ സെല്ല് ചെയ്യുക. ഇതാണ് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പാറ്റേൺ. ആ പാറ്റേൺ അത്ര വിജയകരമായിട്ട് പോകുന്നതിൻ്റെ കാരണം അത് ആ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഈ അറിവാണ് പൊതുവെ പലർക്കും പുറത്തില്ലാത്തത്. അതുകൊണ്ടാണ് പലരും ഫെയിൽ ആവുന്നതിൻ്റെ റീസൺ. അപ്പോൾ കൃത്യമായിട്ടൊരു പാറ്റേൺ ഫോളോ ചെയ്ത് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ ഇവിടെ വരുന്ന ഒരാൾ പോലും ലോസ് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം. ഓക്കെ, ഇതാണ് ഈ ബിറ്റ്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഞാൻ ഓടിച്ച് നിങ്ങളിത് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്തൂടെ ധാരാളം പേര് വരുമാനം ഉണ്ടാക്കിയിട്ടുള്ള ധാരാളം പേര് നിങ്ങൾക്ക് ഇവിടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഉണ്ട്. അവരെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിക്കും. അപ്പം നിങ്ങളെ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഇവിടെ കുറച്ച് പേരെ, ഒത്തിരി പേരെ പരിചയപ്പെടുത്താനുള്ള സമയം ഉണ്ടാവില്ല. വളരെ കുറച്ച് പേരെ, ഏതാനും ചെറിയ ആൾക്കാരെ മാത്രം പരിചയപ്പെടുത്തുകയും അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഇതിനെക്കുറിച്ചും ട്രേഡിങ്ങിനെ കുറിച്ചും ക്രിപ്റ്റോയെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന ആൾക്കാർ ഈ പ്ലാറ്റ്ഫോമിലുണ്ട്.
അവർ നിങ്ങളോട് അത് പറഞ്ഞു തരും. അതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഇമ്പോർട്ടൻറ്റ് സെഷൻ ലാസ്റ്റ് വരുന്നുണ്ട്, ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് പോകാം, മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇതിനകത്ത് ഇനിയുള്ള ആൾക്കാർ ഇന്നത്തെ ആരൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും. അങ്ങനെയുള്ളവരെയൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി ഈ ഒരു പ്രോജക്റ്റ് കേരളത്തിൽ വന്ന സമയത്തിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഇത് എങ്ങനെയാവും എന്ന് അറിയാൻ പാടില്ലാത്ത കാലത്ത് അടിയുറച്ച് അതിനകത്ത് നിന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വളരെ ക്ഷമയോടെ നിന്ന ഒരാളെയാണ് ഞാൻ ഇവിടെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അദ്ദേഹം വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതിൽ നിന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഇത്രയും ആൾക്കാർ വട്ടം കൂടിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് സനോജ് വാസുദേവ് എന്നാണ്. തൃശ്ശൂരാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു ഇൻഡസ്ട്രിയിൽ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ഉള്ള, ക്രിപ്റ്റോയും ട്രേഡിങ്ങും ഒക്കെ ആയിട്ട് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അദ്ദേഹത്തെ ഞാൻ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യാണ്. ഓവർ ടു സനോജ് വാസുദേവൻ, പ്ലീസ്. താങ്ക് യു വെരി മച്ച്. ഞാൻ ഇന്ന് ഇത് എന്നെ പരിചയപ്പെടുത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇതിൽ ക്രിപ്റ്റോയില് ഇന്ന് നമ്മുടെ ട്രേഡിംഗ് ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറെ ആൾക്കാർ നമ്മുടെ ഫാമിലി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഗണേഷ് സാറ് പറഞ്ഞു. അതിൽ ആദ്യമായിട്ട് ഞാൻ വിളിക്കുന്നു ജുബിൻ ജോൺ. ഒരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ നാട് കോട്ടയം ജില്ലയാണ്, അല്ലേ ജുബിൻ സാർ? ജിബു ജോൺ മാവേലിക്കരയാണ്. മാവേലിക്കര. ശരി. കോട്ടയം ജില്ലയിലോ? ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ല, മാവേലിക്കര. ആലപ്പുഴ. ഓക്കെ. ചങ്ങനാശ്ശേരി അതിൽ കണക്ട് ആവുമോ? എന്നെ നിയറസ്റ്റ് ഏരിയയാണ്. ഓക്കെ, അതുകൊണ്ടാണ് കൺഫ്യൂഷൻ വന്നത് കേട്ടോ. ജുബിൻ സാറ് ഒന്ന് വരൂ, സംസാരിക്കൂ. ഓക്കെ, നമസ്കാരം. എൻ്റെ പേര് ജിബു ജോൺ എന്നാണ്. വീട് ആലപ്പുഴ ജില്ല, മാവേലിക്കര. അതായത് മാവേലിക്കര, ചെങ്ങന്നൂർ, പന്തളം, കായംകുളം, ഇതിന്റെ മധ്യ തിരുവിതാംകൂറാണ് എൻ്റെ സ്ഥലം. ഓക്കെ. ഞാൻ ട്രഡീഷണൽ ആയിട്ടൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. അതായത് കഴിഞ്ഞ ഒരു 15 വർഷമായിട്ട് ഞാനൊരു മാനുഫാക്ചറിങ് കമ്പനി നടത്തുന്നു. 35ഓളം ജോലിക്കാരെ വെച്ച് വളരെ നല്ല രീതിയിലൊരു സ്ഥാപനം നടത്തുന്നതാണ്. അതിനകത്ത് വലിയ വിജയം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൂടാതെ എനിക്ക് നല്ല രീതിയിലൊരു കൺസ്ട്രക്ഷൻ കമ്പനിയും ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്തിരുന്നു. പക്ഷെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാൻ ക്രിപ്റ്റോ മേഖലയിലേക്ക് കടന്നു വരികയും കഴിഞ്ഞ 2 വർഷവും ക്രിപ്റ്റോ ട്രേഡിംഗ് എനിക്ക് അറിയാവുന്നുള്ള ധാരണ നടിച്ചുകൊണ്ട് പരാജയപ്പെട്ട ഒരാളാണ് ഞാൻ. അതായത് വലിയ എമൗണ്ട് ഞാൻ സ്വന്തമായിട്ടുള്ള ട്രേഡിങ്ങിലൂടെ നഷ്ടപ്പെടുത്തിയ ഒരാളാണ്. അത് എത്ര എമൗണ്ട് ഒന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല. വളരെ വലിയൊരു എമൗണ്ട് ആണ് ഞാൻ അതിനകത്ത് കളഞ്ഞത്. പിന്നെ അതുപോലുള്ള അതല്ലാതെ മറ്റ് സ്കാമുകളിലും ചെന്നുപെട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാനിപ്പോൾ സംസാരിക്കുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞ 15 വർഷമായി ഞാൻ ഈ മാനുഫാക്ചറിംഗ് രംഗത്തും റിയൽ എസ്റ്റേറ്റ് രംഗത്തും കൺസ്ട്രക്ഷൻ രംഗത്തും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ 4/1 പോലും ഞാനിപ്പോൾ ഇതിനകത്ത് മുടക്കിയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും എനിക്കൊരു ഒരു തീരുമാനമുണ്ടായിരുന്നു. 2021 ശേഷം എനിക്ക് വളച്ചിട്ടില്ലാതെ പറയുവാണേ, ഒരു പെർ ഡേ 1 lakh ഇൻകം പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്നായിരുന്നു എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതായത് 2021 ശേഷം ഞാൻ അത് നടപ്പാക്കി. പക്ഷേ അത് 2023-24 ആയപ്പോഴത്തേന് പിന്നെ നടപ്പാകാതെ വന്നു. വളരെ ഇതാണ്. പക്ഷേ കഴിഞ്ഞ ഒരു 1.5 ആഴ്ച കൊണ്ടാണ് ഞാൻ നമ്മുടെ എൻ്റെ ഒരു ഫ്രണ്ട് മുസ്തു മുഖാന്തരം ഞാൻ ഇതിനകത്തേക്ക് വരുന്നതും ഒരു കുറച്ച് പൈസ, ഞാൻ പറഞ്ഞില്ല, ഞാൻ മറ്റുള്ള ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ ഒരു കുറച്ച് ഭാഗം, ഒരു ചെറിയൊരു എമൗണ്ട് ഞാൻ ഇതിനകത്തിട്ട് ട്രേഡ് ചെയ്തപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞു 2021 ഞാൻ എന്തൊരു തീരുമാനം എടുത്തിരുന്നു, ഒരു പെർ ഡേ 1 lakh ഇൻകം എനിക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ള പറഞ്ഞത് സനോജ് സാറിന് അറിയാമായിരിക്കുമല്ലോ. അപ്പം ഞാൻ അതിൻ്റെ 2 ഇരട്ടി, അതായത് എനിക്ക് ഏകദേശം ഒരു $1,500-2,000 പെർ ഡേ ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്നത് മനസ്സിലാകുകയും അത് ഞാൻ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിനി അധികം പൊക്കി പിടിച്ച് പറയുന്നില്ല, കാരണം മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടാകരുതല്ലോ എന്ന് വിചാരിച്ചത് പറയുന്നത്. പക്ഷേ അപ്പോൾ പറഞ്ഞത് ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. പ്രത്യേകിച്ച് രാവിലത്തെ ഒരു ട്രെയിനിങ് സെഷൻ, 6:30 മുതൽ 7:30 വരെയുള്ള ഒരു ട്രെയിനിങ് സെഷൻ എന്ന് പറഞ്ഞ് വളരെ ഞാനത് പലരോടും പറയാറുണ്ട്. കൊച്ചുകുട്ടികളെ അക്ഷരം പഠിപ്പിക്കുന്ന പോലെ 2 പേരിരുന്ന് രാവിലെ ഇരുന്ന് പഠിപ്പിക്കുന്നതൊക്കെ കേട്ടാൽ വിഷമം തോന്നാറുമുണ്ട്. കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന പോലെയാണ് ഈ ട്രെയിനിങ് പഠിപ്പിക്കുന്നത്. അത് കാരണം ഞാനും ഇപ്പം മറ്റുള്ളവരെ പഠിപ്പിക്കാൻ തുടങ്ങി. അതിനൊക്കെ ഒരു ഞാനിന്ന് സനോജ് സാറിനോട് കാര്യം പറഞ്ഞു. ഞാനൊരു സെറ്റ്കോ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് ഒരു ബിസിനസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ ഒരു മാനേജറുണ്ട്. അപ്പം ഞങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തിനെ സാറേ എന്നും പറഞ്ഞ് പല കാര്യങ്ങൾ നടത്താൻ അങ്ങോട്ട് തരാറുണ്ട്, ചില പേപ്പർ വർക്കറ്റുകൾ. പക്ഷെ പുള്ളി ഇതിനകത്ത് ജോയിൻ ചെയ്തതിന് ശേഷം ഇപ്പം എൻ്റെ അടുത്ത് സാറേ എന്നും പറഞ്ഞ് 3 മണി കഴിഞ്ഞ് എൻ്റെ ഓഫീസിൽ വന്നിരിക്കുകയാണ് കാര്യങ്ങൾ പഠിക്കാൻ. അപ്പം അത്രയ്ക്ക് വലിയൊരു പ്ലാറ്റ്ഫോമാണ് ഇത്.
താങ്ക് യു. കഴിവുള്ളവരെല്ലാം ഇത് ചെയ്യുക, നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുക. നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, എല്ലാവിധ സപ്പോർട്ടുകളും കിട്ടുന്നുണ്ട്. താങ്ക് യു സാർ. താങ്ക് യു ജിബി സാർ, താങ്ക് യു. ഇദ്ദേഹത്തിന്റെ അപ്ലൈൻ ഉണ്ട് മിസ്റ്റർ മുസ്തഫ, മുസ്തു എന്ന് ഞങ്ങൾ വിളിക്കും. അദ്ദേഹത്തിന് ഈ ഒരു വേദിയിലേക്ക് വിളിക്കാൻ ആയിട്ടില്ല. അദ്ദേഹം പറയണം നമ്മളെ അടുത്ത് എന്ന് വിളിക്കണം എന്നുള്ളത്. അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണു, അതവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത രണ്ട് അച്ചീവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒരു വിന്നേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഏത് പ്രായക്കാർക്കും, ഇപ്പൊ നമ്മള് ലീലാകൃഷ്ണൻ നായർ, അയാള് അദ്ദേഹത്തിന്റെ മിലിറ്ററി ജീവിതം അവസാനിപ്പിച്ചിട്ട് വന്നിട്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തതാണ് ഹോട്ടൽ ഇൻഡസ്ട്രി. അദ്ദേഹം ഇന്ന് 72ാമത്തെ വയസ്സിലാണ് അദ്ദേഹം എന്ത് ചെയ്ത് എസ്റ്റാബ്ലിഷ് ആയത്. ലോകത്തിലെ അറിയപ്പെടുന്ന ഒരു ഹോട്ടൽ ഇൻഡസ്ട്രി ആയി മാറി, അല്ലെ? നമുക്കൊക്കെ അറിയാം, ലീല പാലസ് എന്ന് പറയുന്ന സാമ്രാജ്യം പൊക്കിയതും ഹോട്ടൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ സക്സസ് ആയിട്ടുള്ള വ്യക്തിയാണ് മിസ്റ്റർ ലീലാകൃഷ്ണൻ നായർ. അതേപോലത്തെ ഒരു വ്യക്തിയാണ് മിസ്റ്റർ എന്താ പറയാ രാജ്മോഹൻ പിള്ളൈ. അദ്ദേഹം സ്റ്റാർട്ടിങ് ലെവലിലുണ്ട്. 2-3 മാസമായിട്ട് അദ്ദേഹം കാണുന്നു, അദ്ദേഹം ട്രേഡ് ചെയ്യുന്നു, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. പക്ഷെ അദ്ദേഹം സ്റ്റാർ പെർഫോമർ അല്ല, അദ്ദേഹം ഒരു അംബാസഡർ റാങ്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ്, അദ്ദേഹം ഒരു അച്ചീവ്മെന്റ് എടുത്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹത്തെ ഞാൻ വിളിക്കുന്നു. രാജ്മോഹൻ പിള്ള ലൈനിലുണ്ടോ? ഉണ്ട് സാറേ, ഉണ്ട്. ഓക്കെ, കമോൺ സർ, കമോൺ. താങ്ക് യു. ഓക്കെ സാറേ, ഞാൻ ഒരു 33 വർഷം ഗൾഫ് ജീവിതം അവസാനിച്ച് ഇപ്പം നാട്ടിൽ വന്ന് നിൽക്കുകയാണ് 1.5 വർഷമായിട്ട്. പല സ്കീമുകളിലും പോയി പെട്ട് നമ്മുടെ ഒരുപാട് പൈസ നഷ്ടമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാക്ലൈനെ പറ്റി പരിചയപ്പെട്ടതും ഇതിലേക്ക് വരികയും ചെയ്തത്. ഇപ്പൊ എനിക്ക് ഞാൻ ഒരുപാട് തുക ഇട്ടിട്ടില്ലെങ്കിൽ പോലും എനിക്ക് ഞാനിട്ടതനുസരിച്ച് നല്ല ഒരു എമൗണ്ട് എടുക്കാൻ പറ്റുന്നുണ്ട് ദിവസം. ഇത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്യും. നമ്മളെ കൊണ്ട് കഴിയുക എന്നുള്ള മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണിത്. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ അനുഭവം വേറൊരാൾക്ക് ഉണ്ടാകരുത്. ഇത് റിയലി ട്രേഡിങ് പഠിപ്പിക്കുകയും അതിൽ കൂടി നമുക്കൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് ഞാൻ ഒരുപാട് ആളുകളിലേക്ക് ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറേ ആൾക്കാരൊക്കെ ഇതിലേക്ക് വരുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വരട്ടെ, അവരുടെ ഒരു നല്ല ജീവിതത്തിന് ഇത് ഉപകരിക്കും. സാർ പറയുന്ന പോലെ ബെഡേ കിടന്നാലും സുഖമില്ലാതിരുന്നാലും യാത്ര ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ഇതിൽ കൂടെ ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. മറ്റൊരാള് ഇന്നത്തെ പെർഫോമറാണ്, വിന്നറാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ വ്യക്തികളും ഡേ ബൈ ഡേ വിൻ ചെയ്ത് വരിക. മിസ്റ്റർ ജിജോ കോട്ടയമാണെന്നാണ് എന്റെ വിശ്വാസം. സ്വദേശത്തിന് എന്തെങ്കിലും വ്യത്യാസം ക്ഷമിക്കുക. ജിജോ ലൈനിലുണ്ടോ? ഉണ്ട് സാറേ. എൻ്റെ പേര് ജിജോ. ഉണ്ടോ? ബേസിക്കലി ഉണ്ട്. കോട്ടയം പാമ്പാടി സ്വദേശിയാണ്. കോട്ടയല്ലേ? ഇപ്പം പത്തനംതിട്ട അടൂരാണ് താമസിക്കുന്നത്. ഞാൻ ഒരു 10-12 വർഷമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സിനകത്തായിരുന്നു. ഡിസ്ട്രിബ്യൂഷൻ ലെവലിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു 3 മാസമായിട്ട് ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ദിവസം ഒരു 3%, 4% ലെവലിലേക്ക് പോകുന്നുണ്ട്. ഞാൻ നേരത്തെ ഈ ബിസിനസ്സിനകത്ത് വരുന്നതിന് മുമ്പ് തന്നെ ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ് സ്കാമിനകത്തൊക്കെ പെട്ടുപോയി. എൻ്റെ ഒരു 10-50,000 രൂപയോളം നഷ്ടപ്പെട്ടു പോയ ആളാണ് ഞാൻ. ഈ ബിസിനസ്സിനകത്ത് വന്നതിന് പിന്നെ രാവിലെ 6 തൊട്ടുള്ള 7 വരെയുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് ഇതിനകത്തോട് നല്ല പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. രാവിലെ ഇന്ദ്രകുമാർ സാറിൻ്റെയും ഗണേഷ് സാറിൻ്റെയും നയിക്കുന്ന ക്ലാസ് എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ഓക്കെ, എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ചെയ്യാം. ഓക്കെ, താങ്ക് യു ജിജോ, താങ്ക് യു വെരി മച്ച്. ഇനി അടുത്തത് ഞാനൊരു ഡിഫറെന്റ് ലെവലിലുള്ള ഒരാളെ ഞാൻ പരിചയപ്പെടുത്താം. മിസ്റ്റർ സഫാൻ ആണ്. അദ്ദേഹം ലൈനിൽ ഉണ്ടോന്ന് എനിക്കറിയില്ല, എന്നാലും പറയാം. അദ്ദേഹം 5ാം ക്ലാസ് ആണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം. അദ്ദേഹം ലോറി ഡ്രൈവറാണ്, മലപ്പുറം സ്വദേശിയാണ്. അദ്ദേഹം ഈ ബിസിനസ്സിൽ വന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഗ്രേറ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ സഫാൻ ഉണ്ടോ? ലൈനിലുണ്ടോ? സഫാൻ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഓക്കെ. എനിവേ, അടുത്തൊരു വ്യക്തിയെ നമുക്ക് പരിചയപ്പെടാം. കാരണം ഓരോ വ്യക്തികളുടെ എക്സ്പീരിയൻസ് നമ്മൾ കേൾക്കണം. കാരണം ജെനുവിൻ ആയിട്ടുള്ള ഫീഡ്ബാക്കുകളാണ്.
അവരുടെ ഫാമിലി അവര് എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഓരോ ഫീഡ്ബാക്കുകൾ എടുക്കുന്നത്. അടുത്തൊരു വ്യക്തിയാണ്, ഞാൻ ക്യാപ്റ്റൻ എന്നാ വിളിക്കുക. അദ്ദേഹം ഒരു മിലിറ്ററി ജീവിതം കഴിഞ്ഞിട്ട് യങ്ങിൽ അദ്ദേഹം വളണ്ടറി എടുത്ത് ഇന്ന് ഫുൾ ടൈമറായിട്ട് മാക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ അനൂപ് ഫ്രം ഒറ്റപ്പാലം. അനൂപ് ഉണ്ടോ? അനൂപ് സാർ, ഹലോ. കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. അനൂപ് ഉണ്ടോ? സാർ ഉണ്ട്, സാർ ഉണ്ട്. യെസ് യെസ്, കമോൺ കമോൺ ക്യാപ്റ്റൻ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അനൂപ്. ഞാൻ ഒറ്റപ്പാലത്താണ് വീട്. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് അധികമൊന്നും ആയിട്ടില്ല, ഏകദേശം ഒരു മാസമായിട്ടുള്ളൂ. വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 10 ദിവസമായിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ ഇതിൽ ഒരുപാട് എൻജോയ് ചെയ്തിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആർക്കും ഒരു ബാധ്യത ഇല്ലാത്ത ഒരു പ്ലാറ്റ്ഫോം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. എല്ലാവരും ഉറച്ചു നിൽക്കുക, അതേപോലെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഞാൻ വേറൊരു മരണവേദിയിലുള്ളത്. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് ഇനി അധികം ദീർഘിക്കുന്നില്ല. ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണെ നമ്മളൊന്ന് പരിചയപ്പെടണം. മിസ്റ്റർ ഇന്ദ്രകുമാർ സാർ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം മോർണിംഗ് സെഷനിൽ നമ്മുടെ പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ട്രേഡിംഗ് മേഖലയിൽ അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ശിക്ഷണത്തിൽ ഇന്ന് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും വിദേശത്തും എന്താ പറയുക, മൾട്ടി ലെവലിൽ അല്ലെങ്കിൽ മില്യണർ ആയിട്ടുള്ള വ്യക്തികളുണ്ട്. ആ വ്യക്തിയാണ് നമുക്ക് ഇന്ന് അവൈലബിൾഡ് ആയിട്ടുള്ളത്. എല്ലാ മോർണിംഗ് സെഷനിലും അദ്ദേഹം ഉണ്ടാവും. അദ്ദേഹം ശബരിമല പോയിരിക്കുകയാണ്. അദ്ദേഹം റിട്ടേൺ ആണ്. എനിക്ക് ഉറപ്പില്ല, അദ്ദേഹത്തെ കിട്ടുമോ എന്ന് എനിക്ക് ഉറപ്പില്ല. എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഇന്ദ്രമ സാർ, ആർ യു ഫ്രീ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ വരാം. ഉണ്ടോ? കുറച്ച് നേരത്തേക്ക് വരാം. സംസാരിക്കാൻ കഴിയോ? തീർച്ചയായിട്ടും. ഓക്കെ, യെസ് യെസ്, കമോൺ സർ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു സനോജ് സർ, താങ്ക് യു. എല്ലാ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാ ആളുകൾക്കും ഒരു നല്ല സായാഹ്നം ആശംസിക്കുന്നു. നമ്മുടെ എല്ലാ തിരക്കുകളും അല്ലെ നിങ്ങളുടെ മാറ്റിവെച്ചുകൊണ്ടിട്ട് നിങ്ങളെ പ്രോഗ്രാമിലേക്ക് പങ്കെടുത്തതിൽ വളരെ സന്തോഷം. നമുക്കറിയാം നമ്മളുടെ കുറെ കാര്യങ്ങൾ ഇപ്പൊ സനോജ് സാർ പറഞ്ഞ പോലെ ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്. നിങ്ങളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോറി, പോയി. ഓക്കെ ഓക്കെ, ഇടയ്ക്കൊരു ചെറിയ ഡിസ്റ്റർബൻസ്. എന്തായാലും അല്ലെ, നമുക്കറിയാം നമ്മള് സ്ക്രീൻ ഷെയർ ആകുന്നേ ഉള്ളൂ, എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യണം. ഓക്കെ, ഷെയർ ആയി. അദ്ദേഹം ട്രാവലിംഗിലാണ്. അതർവൈസ് ഗണേശ് സാർ കണ്ടിന്യൂ. ഇല്ല, ഓക്കെ. അപ്പൊ നമുക്ക് നമ്മളുടെ അല്ലെ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ബിറ്റ്ഗെറ്റ് ആണ്. ഇതില് നിങ്ങളിപ്പോൾ സ്ക്രീൻ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളുടെ സ്ക്രീനിൽ കാണുന്ന കുറെ ക്യാൻഡിൽസ് അല്ലെ, കുറെ ചാർട്ടുകൾ നിങ്ങൾ കാണുന്നുണ്ട്. ഓരോ സമയങ്ങളിൽ നമ്മളുടെ മാർക്കറ്റ് എങ്ങനെയൊക്കെ ആയിരിക്കും. ഞാൻ ഒരുപാട് ഡീറ്റെയിൽസിലേക്ക് ഒന്നും പോകുന്നില്ല. വളരെ ഫാസ്റ്റ് ആയിട്ടൊരു ചെറിയൊരു പോർഷൻ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ക്യാൻഡിൽസ് ഇതാണ് നിങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് എന്താണെന്നൊന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആക്ച്വൽ നിങ്ങൾ ട്രേഡിങ്ങിൽ ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ ക്യാൻഡിൽസിന്റെ പൊസിഷൻസ് നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലൂടെ വലിയ വരുമാനത്തിലേക്ക് എത്താൻ പറ്റും ഓരോ ദിവസവും. ക്രിപ്റ്റോ കറൻസിയുടെ ഒരു എന്താ പറയുന്നത്, എൻ്റെ ഒരു ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു അറിവ് എന്ന് പറയുന്നത് ഈ ക്യാൻഡിൽസ് പഠിക്കുക എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സമയത്തൊക്കെ മാർക്കറ്റ് കയറാൻ സാധ്യതയുണ്ടെന്നുള്ളതും ഏത് സമയത്തൊക്കെ മാർക്കറ്റ് താഴത്തേക്ക് വരാൻ സാധ്യതയുണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഈ ക്യാൻഡിൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ ഞാൻ ഇതിന്റെ വേറൊരു പോർഷനിലേക്കും കൂടെ പോയിക്കൊണ്ടിട്ട് നമുക്കത് കുറച്ചും കൂടെ
ക്ലിയർ ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ക്യാൻഡിൽസിന്റെ പാറ്റേൺസ് കാണാൻ പറ്റുന്നുണ്ടാവും. നമുക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ക്യാൻഡിൽസുകൾ കാണുന്നത്, ബുള്ളിഷ് ക്യാൻഡിൽസും ബെയറിഷ് ക്യാൻഡിൽസുമാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഒരു ക്യാൻഡിൽ ഏത് സമയങ്ങളിൽ അത് നമ്മുടെ മാർക്കറ്റിനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ജസ്റ്റ് ഒന്ന് ഓടിച്ച് നിങ്ങൾക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അടുത്ത സമയങ്ങളിൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ എല്ലാ ദിവസങ്ങളും നമുക്ക് തരാൻ പറ്റും. എന്തായാലും എന്താണ് ഒരു ബേസ് ക്യാൻഡിൽസ് എന്ന് ഞാൻ നേരത്തെ ലൈവായിട്ട് കണ്ട കുറെ ക്യാൻഡിൽസ് ഉണ്ട്. നിങ്ങൾ അത് ഏത് സമയത്തൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ളതിനെ കുറിച്ച് ഒന്ന് ഓടിച്ച് പോവാം. അപ്പൊ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇതിന്റെ ഡെപ്തിലേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ അടുത്ത ദിവസങ്ങളോ പ്രോഗ്രാമിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പുതിയ ആളുകൾക്കെല്ലാം അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അടുത്ത ദിവസം ഇതിലേക്ക് വരുമ്പോൾ ഈ ക്യാൻഡിലിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ഓരോ ദിവസവും നമുക്ക് ഒരു 1% മുതൽ ഒരു 10% വരെയൊക്കെ ഡെയിലി പ്രോഫിറ്റ് ഉണ്ടാക്കാം. നിങ്ങളുടെ ഇൻവെസ്റ്റ് വളരെ സേഫ് ആയിക്കൊണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിട്ട് ഒരു 10% വരെയൊക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഈ ക്യാൻഡിൽസിന്റെ പൊസിഷൻ കൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ ഏത് സമയത്ത് ബൈ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും ഏത് സമയത്ത് സെല് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പൊ നിങ്ങൾ ഈ ഓരോ ക്യാൻഡിൽസ് കാണാൻ പറ്റുന്നുണ്ട്. അതിന്റെ ഈ നീല കളറിൽ കാണുന്ന അല്ലെ, നീല കളർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിറ്റ്ഗെറ്റിന്റെ ഒരു ഗ്രീൻ സിഗ്നൽ എന്നൊക്കെ നമുക്ക് പറയാൻ വിശേഷിപ്പിക്കാൻ പറ്റാവുന്നതാണ് നമ്മുടെ ഇതിന്റെ ഈ ബ്ലൂ കളർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളുടെ ഇതിന്റെ ഓരോ ക്യാൻഡിൽസിനും ഓരോ പേരുകളുമുണ്ട്. ആ പേരുകളും ഓരോ ക്യാൻഡിൽസും ഒക്കെ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്കറിയാം ആദ്യത്തെ ഏറ്റവും ഫസ്റ്റ് ബുള്ളിഷ് ക്യാൻഡിൽസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു മാർക്കറ്റ് താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് മാർക്കറ്റ് മുകളിലേക്ക് എപ്പോ പോകും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു ക്യാൻഡിൽ, ഒരു ഹാമർ എന്നാണ് പറയുന്നത് ആ ക്യാൻഡിൽസിന്റെ പേര്, ഹാമർ ക്യാൻഡിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടുത്ത സമയങ്ങളിൽ അത് എന്ത് ചെയ്യും, നേരെ ഓപ്പോസിറ്റിലേക്ക് ഒരു മാർക്കറ്റ് താഴ്ന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റിനെ അടുത്ത നമ്മളിപ്പോ ഒരു 1 hour ചാർട്ട് ഇട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ട്രേഡ് ചെയ്യാണ്, അല്ലെങ്കിൽ 1 മണിക്കൂർ ചാർട്ട് ഇട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അരമണിക്കൂറാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദിവസത്തെ ആണെങ്കിൽ ചെയ്യുന്നുണ്ടെങ്കിൽ, ഏത് ക്യാൻഡിൽസ് നിങ്ങൾക്ക് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇങ്ങനെ ഒരു ക്യാൻഡിൽ, ആദ്യത്തെ ഫസ്റ്റ് ഒരു ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഒരു നീല കളറിൽ താഴത്തേക്ക് ഒരു ആമറിന്റെ രീതിയിലുള്ള ഒരു ക്യാൻഡിലാണ്. അത് ആ ഒരു ക്യാൻഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത മണിക്കൂറിൽ ഇപ്പൊ നമ്മള് 9:30, 10:30 അല്ലെങ്കിൽ 8:30, 9:30 വന്ന ക്യാൻഡിലാണ് അതെങ്കിൽ അതിന്റെ അടുത്ത ഒരു സമയത്ത് മാർക്കറ്റ് പോകുന്നത് നേരെ ബുള്ളിഷ് ആയിട്ടായിരിക്കും. ഇതാണ് ഇതിന്റെ സിംഗിൾ ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ക്യാൻഡിൽ അങ്ങനെയാണ്. അത് തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വന്നു എന്നായിരിക്കാം. ആമർ തന്നെ അതിനെ ഇൻവെർട്ടഡ് ആമർ എന്നാണ് പറയുന്നത്. നേരെ താഴത്തേക്ക് അതിന്റെ പൊസിഷൻ ഇരിക്കുന്നു. അത് അതിന്റെ ഹാൻഡിലെ മുകളിലേക്ക് ആയിരിക്കും. അതും മാർക്കറ്റ് താഴത്തേക്ക് വരുന്ന ഒരു മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ടായിരിക്കും അടുത്ത മണിക്കൂറുകളിൽ. അടുത്ത നമ്മളിപ്പോ 15 മിനിറ്റ് ചാർട്ട് ആണെങ്കിൽ അടുത്ത 15 മിനിറ്റ് അങ്ങനെ ആയിരിക്കും. 1 മണിക്കൂർ ചാർട്ടിൽ അങ്ങനത്തെ ഒരു പൊസിഷൻ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത 2 മണിക്കൂറുകൾ ഇതാണ് 99.9% ഈ രീതികളിലായിരിക്കും ഈ ക്യാൻഡിൽസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഒരു കറക്റ്റ് ടീ പോലെ എന്ന് പറയാൻ പറ്റില്ല, അതിലും താഴത്തേക്കുള്ള ഒരു ഹാൻഡിലും മുകളിൽ ഒരു ക്രോസിങ്ങും അല്ലെ, ഡ്രാഗണലി ഡോജി എന്ന് പറയും ആ ഒരു ക്യാൻഡിലിനെ. അത് നേരെ ഓപ്പോസിറ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു ബുള്ളിഷ് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ക്യാൻഡിലാണ്. അപ്പൊ ഇങ്ങനെ ഓരോ ക്യാൻഡിലുകളെയും നിങ്ങൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഓരോ ക്യാൻഡിലുകളും പഠിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് എപ്പോൾ താഴത്തേക്ക് പോകും, എപ്പോൾ മുകളിലേക്ക് പോകും. നമുക്കറിയാം നമ്മുടെ ഒരു ബ്ലൂ കളർ ക്യാൻഡില് ഒരു 2 സൈഡിലേക്കും ഒരുപോലെ നാരോ ലൈനുകളും ഒരു ചെറിയ പോർഷൻ മാത്രം തിന്ന് സെന്ററിലും വരുന്ന ഒരു സ്പിന്നിങ് ടോപ്പ് എന്നാണ് അതിന് പറയുന്നത്. ആ ഒരു ക്യാൻഡിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും അടുത്ത മണിക്കൂറുകളിൽ ഗ്യാരണ്ടി ആണ് അടുത്ത മണിക്കൂറിൽ മാർക്കറ്റ് ചിലപ്പോൾ നിങ്ങൾ മാർക്കറ്റിംഗ് ലൈവായിട്ട് നിൽക്കുന്നിട്ട് താഴത്തേക്ക് പോകുന്ന പോലെയൊക്കെ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ അടുത്ത മണിക്കൂർ നിങ്ങൾ ഒരു 1 hour ചാർട്ട് ഇട്ട് ഉപയോഗിച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അടുത്തൊരു മണിക്കൂർ മാർക്കറ്റ് ബുള്ളിഷ് ആയിരിക്കും. നിങ്ങൾക്ക് അത് അപ്പൊ ഇങ്ങനെ ചേഞ്ച് വരുന്ന അല്ലെങ്കിൽ ഒരു ക്യാൻഡലിന്റെ പാറ്റേൺസിൽ ചേഞ്ച് വരുന്ന സമയത്ത് നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വലിയ പ്രോഫിറ്റിലേക്ക് കൊണ്ടുപോകും. അതുപോലെ തന്നെ മാർക്കറ്റ് അടുത്ത മണിക്കൂറുകളിൽ മാർക്കറ്റ് താഴത്തേക്ക് പോകും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റിലോടുകൂടിയോ അല്ലെങ്കിൽ മാർക്കറ്റിലെ നിങ്ങളുടെ മൈന്യൂട്ടായിട്ടുള്ള ലോസിലോ സെല്ല് ചെയ്ത് മാറേണ്ട ചില സാഹചര്യങ്ങളൊക്കെ വരാം. അത് വരേണ്ട ഒരു കാര്യങ്ങളാണ് നമ്മൾ ഹാങ്ങിങ് മാൻ എന്ന് പറയുന്ന ഒരു ക്യാൻഡിൽ. അതായത് റെഡ് കളറിൽ ഒരു ഹാമർ തന്നെ റെഡ് കളറിൽ നിൽക്കുന്നു. അത് നമ്മുടെ താഴത്തുനിന്ന് വന്ന ഒരു മാർക്കറ്റ് മുകളിലേക്ക് കയറി നിൽക്കുന്ന സമയത്ത് വരുന്നതാണ്. അതിനുശേഷമുള്ള സമയങ്ങൾ എന്തായിരിക്കും, അടുത്ത മണിക്കൂറുകളിൽ മാർക്കറ്റ് താഴത്തേക്ക് പോകും. അതുപോലെ തന്നെ ഷൂട്ടിംഗ് സ്റ്റാർ നമ്മുടെ ആദ്യം കണ്ട ഇൻവെർട്ടഡ് ഹാമറിന്റെ തന്നെ ഓപ്പോസിറ്റ് ലൈനിൽ നിൽക്കുന്ന
ഒരു ഹാമർ തന്നെ ഷൂട്ടിംഗ് സ്റ്റാർ എന്ന് പറയുന്ന ഒരു ക്യാൻഡിലാണ്. അത് മാർക്കറ്റ് ബുള്ളിഷ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ക്യാൻഡിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ സെല്ല് ചെയ്ത് മാറുക. മാർക്കറ്റ് ഭയങ്കര താഴത്തേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടാവും. അങ്ങനെ ഗ്രാവ് സ്റ്റോൺ ഡോജി, ബെയറിഷ് സ്പിന്നിങ് ടോപ്പ്, ഇങ്ങനെ ഓരോ ക്യാൻഡിൽസും, ഞാനതൊരു ജസ്റ്റ് ഒരു 5 ക്യാൻഡിൽസിന്റെ സിംഗിൾ ക്യാൻഡിൽസിന്റെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതുപോലെ തന്നെ എന്താണ് ഡബിൾ ക്യാൻഡിൽസ് ഉണ്ട്, ട്രിപ്പിൾ ക്യാൻഡിൽസ് ഉണ്ട്, ഇങ്ങനെ നിരവധിയായുള്ള ക്യാൻഡിൽസ് ഉണ്ട്. ഇങ്ങനെ ഇത് പഠിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് ചെയ്യേണ്ടത്. നിങ്ങൾക്കത് പഠിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഇത് പഠിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബുള്ളിഷ് ട്രെൻഡ് എന്താണ്, മീൻസ് നമ്മുടെ സപ്പോർട്ട് ലെവൽ എന്താണ്, റെസിസ്റ്റൻസ് ലെവൽ എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക്, നമ്മുടെ ട്രേഡിംഗ് ഗ്രൂപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയും അതിലെല്ലാ ദിവസവും നമ്മൾ അതിന്റെ ഒരു ചാർട്ട്, ഡെയിലി ചാർട്ടുകളൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് പ്രോഫിറ്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം, എന്താണ് അതിന്റെ സപ്പോർട്ട് ലെവൽ എന്താണ്, അതിന്റെ റെസിസ്റ്റൻസ് ലെവൽ ഏതാണ്, എങ്ങനെയായിരിക്കും അതെവിടെയാണ് നമ്മൾ കാണുന്നത്, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിട്ട്, നേരത്തെ ജിബു സാറൊക്കെ പ്രോഗ്രാമിൽ സൂചിപ്പിച്ചതുപോലെ നമ്മൾ 1 by 1 ആയിട്ട് ഒരാൾക്ക് ഏത് സമയത്ത് ക്രിപ്റ്റോ ബൈ ചെയ്യണം, ഏത് സമയത്ത് സെല്ല് ചെയ്യണം, ഇപ്പൊ നിങ്ങൾക്ക് വാങ്ങിക്കണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ രാവിലത്തെ 1 മണിക്കൂർ പറഞ്ഞ് നിങ്ങൾ ഒരു പേപ്പറും പേനയും എടുത്തു വെച്ചുകൊണ്ടിട്ട് എഴുതി വെക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ഞാൻ പറഞ്ഞതാണ്, 1% മുതൽ 10% വരെ നിങ്ങൾക്ക് ഇതിന്റെ ലാഭം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടാവും. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളത് ഫോളോ ചെയ്യണം. നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ഒരു 70%, ഒരു 60% കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയും ഒരു 70% നിങ്ങളത് തുടർന്ന് പോവുകയും ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു അവസരമാണ് നമ്മൾ ആക്ച്വൽ മാക്ലെയിൻ നമുക്ക് തരുന്നത്. അതിന്റെ 49 മൊഡ്യൂൾസ് നിങ്ങൾ പഠിക്കുക. ഒരു 1 by 1 ആയിട്ട് ഓരോ ദിവസങ്ങളോ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു മൊഡ്യൂൾസ് എന്നുള്ള രീതിയിൽ പഠിച്ചു പോവുക. അത് നമുക്ക് ടെസ്റ്റ് ആണ്. നമുക്ക് ഒപ്പം തന്നെ അത് പഠിക്കുന്നത് ഒരു രീതിയിൽ അങ്ങനെ നടന്നോട്ടെ. ഒപ്പം തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, ഓരോ ദിവസവും നമ്മുടെ മാർക്കറ്റിൽ വരാവുന്ന വേരിയേഷൻസ് ഓരോ ദിവസവും ഡിഫറെന്റ് ആയിരിക്കും. മാർക്കറ്റ് ഇന്നലത്തെ മാർക്കറ്റ് ആയിരിക്കുകയില്ല ഇന്നത്തെ മാർക്കറ്റിൽ ആയിരിക്കില്ല നാളത്തെ ദിവസം എന്ന് പറയുന്നത്. ഓരോ 24 മണിക്കൂറും ഇതിന്റെ സ്വഭാവം 100% ചേഞ്ച് വരുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ ഒരു രീതി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട്, അല്ലെ, ഇപ്പൊ മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അല്ലെ, മാർക്കറ്റിൽ വരുന്ന ഒരുപാട് നെഗറ്റീവ്സ്, ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് സ്കാമിംഗ് ആണെന്ന് പറയുന്ന കുറെ ആൾക്കാര്, ബിക്കോസ് അവർക്ക് അതിൽ പെട്ടുപോയിട്ടുണ്ടോ, പല തട്ടിപ്പുകളിലും പെട്ടുപോയിരിക്കുന്ന ആൾക്കാർക്ക് അല്ലെ, ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും എന്ന് പറയുന്ന പോലെ സംഭവിക്കാം. നമുക്ക് അതിലൊന്നും ആരും കുറ്റം പറയാൻ കാര്യം, മാർക്കറ്റിൽ ഇങ്ങനെയുള്ള സ്കാമുകൾ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുന്ന എപ്പോഴാണോ നിങ്ങൾ അങ്ങനെ തിരിച്ചറിയുന്നത്, ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് എന്താണ് ശരി എന്നുള്ളത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു തട്ടിപ്പിലേക്ക് പോകാതിരിക്കാനും നിങ്ങളുടെ പണം നഷ്ടപ്പെടാതിരിക്കാനും നിങ്ങൾക്ക് ഈ ഒരു പ്രോജക്റ്റ് ഉപകരിക്കും. ഒപ്പം തന്നെ നിങ്ങൾക്കത് ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറിയൊരു 9,000 രൂപ കൊടുത്തുകൊണ്ടിട്ട് നിങ്ങൾക്ക് സ്കാമുകളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്, ഇനി നിങ്ങൾ പുതിയതായിട്ട് ട്രേഡ് ചെയ്ത് പൈസ ഉണ്ടാക്കിയില്ലെങ്കിൽ പോലും പൈസ നഷ്ടപ്പെടുത്താതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിട്ട് നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾക്ക് പ്രോഫിറ്റ് വേണ്ടത്, നിങ്ങൾക്ക് 1 ലക്ഷം രൂപയാണ് ഒരു ദിവസം പ്രോഫിറ്റ് വേണ്ടതെങ്കിൽ ആ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റും കൂടെ ചെയ്തുകൊണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഇനി അതല്ല വെറുതെ 10,000 രൂപ ഡെയിലി മതി അല്ലെങ്കിൽ 1000 രൂപ ഡെയിലി മതിയെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റും അതിനനുസരിച്ചുള്ള രീതികളും, ട്രേഡിങ്ങിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ പാറ്റേൺസ് ഉണ്ട്. നമ്മളിപ്പോ തുടക്കത്തിൽ എല്ലാ ആൾക്കാർക്കും ഒരു സിംഗിൾ പാറ്റേൺ മാത്രമാണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്യുന്നുള്ളൂ, പഠിപ്പിക്കുന്നുള്ളൂ. അതിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള ട്രേഡിംഗ് പാറ്റേൺസ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പഠിക്കാനുള്ള ഒരു അവസരങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഓരോ ആളുകളും പഠിച്ച് ഡെയിലി ട്രേഡിംഗ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുക. ഒരു പ്രൊഫഷണലായിട്ട് നിങ്ങൾ സ്വീകരിക്കുക, പ്രൊഫഷണലായിട്ട് നിങ്ങൾ മാറുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സനീഷ് സാർ. ആള് ടീമിൽ ഇല്ലെന്ന് തോന്നുന്നു, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോയിട്ടുണ്ടോ? അങ്ങനെ സാർ ഒന്ന് കണ്ടിന്യൂ ചെയ്തു പ്ലീസ്. ഓക്കെ. ഇല്ല ഞാനിവിടെ ഉണ്ട്. ഓക്കെ. ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ സാറെ ഏൽപ്പിക്കുന്നു. സാർ പ്ലീസ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പല ആൾക്കാരുടെ എക്സ്പീരിയൻസ് കേട്ടു. ഇന്ദ്രകുമാർ സാറിന്റെ ഡീറ്റെയിൽ സെഷൻ കിട്ടണമെങ്കിൽ സെഷനിലാണ് ഉണ്ടാവുക. എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട്
നമുക്ക് ഫസ്റ്റ് ഡേ തന്നെ നമ്മുടെ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഫസ്റ്റ് ഡേ തന്നെ ആൾക്കാർ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ആ സബ്ജക്റ്റ് നമുക്ക് ഇതിനെ പഠിക്കണം. കാരണം 49 മൊഡ്യൂൾ ക്രിപ്റ്റോടെ ഉണ്ട്, അത് പഠിക്കണം. പക്ഷെ അതിനേക്കാൾ കാരണം ഏതൊരാളും വരുന്നത് എന്തിനാണ്? പ്രോഫിറ്റ് ആണ്. അത് ഫസ്റ്റ് ഡേ മുതൽ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ എപ്പോഴും ഓർത്തിരിക്കുക, നമ്മുടെ കുട്ടികളാണെങ്കിൽ തന്നെ നമ്മുടെ നാട് വിട്ട് വേറെ വിദേശങ്ങളിലേക്ക് പോകുന്നു. നാട്ടിൽ അവസരങ്ങളില്ലാത്തതുകൊണ്ടാണല്ലോ പല ആൾക്കാരും പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ പുറത്തേക്ക് വിദേശത്ത് പോയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് കൂടുതൽ ഇൻകം കിട്ടുന്നത് അവർ നമ്മളെക്കാളും കഴിവുള്ളവരായിട്ടുണ്ടെന്നല്ലല്ലോ. വിദേശത്ത് പോയി അവിടുത്തെ കറൻസിക്ക് വില കൂടുതലുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ഒരാൾ എക്സ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് എക്സ്പോർട്ടിൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്? വിദേശ കറൻസി കിട്ടുന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ഇതിനകത്ത് നമുക്ക് ഡോളറാണ് ഇൻകം കിട്ടുന്നത്. നമ്മളിത് പ്രൊമോട്ട് ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് ഇവിടെ എത്തിക്കാൻ സാധിച്ചാൽ, നമ്മൾ പറയുന്നത് ഒരു സൈഡിൽ കൂടെ നമുക്ക് ട്രേഡ് ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇൻകം ഉണ്ടാക്കാം. മന്ത്ലി നമ്മുടെ കമ്മിറ്റ്മെന്റ് മന്ത്ലി ഒരു 50,000 രൂപ വേണം, അല്ല 1,00,000 രൂപ വേണം നമുക്ക് ജീവിക്കാനെങ്കിൽ അത് നമുക്ക് ട്രേഡിലൂടെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. രണ്ടാമത്, നമുക്കിത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ താല്പര്യമുള്ള തയ്യാറാകുന്ന ആൾക്കാർക്കാണെങ്കിൽ അതിന് വേറൊരു വലിയൊരു ഇൻകത്തിനുള്ള സാധ്യതയുണ്ട്. അത് ലോകം മുഴുവൻ നമുക്ക് പ്രൊമോട്ട് ചെയ്യാം. മൂന്നാമത്, ഇതിൽ കൂടെ കിട്ടുന്ന അറിവ് കൊണ്ട് നമുക്ക് ഇതിനകത്ത് പുതിയ കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, നല്ല കോയിനിൽ. അതായത് ഇനി നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ബിറ്റ് കോയിന്റെ കാര്യം കേട്ടു, 2010 $4 ഉണ്ടായിരുന്നു, ഇപ്പോൾ $1 കോടി മേലെയായി. അല്ലെങ്കിൽ സൊളാനയുടെ കാര്യം കേട്ടു, 2018 വെറും $0.5 ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം $200 അതായത് 45 രൂപ ഉണ്ടായിരുന്നു, 18,000 20,000 രൂപയായി. നമ്മൾ ഒരു പക്ഷേ ഒരു സൊളാന എന്ന് പറഞ്ഞ കോയിൻ ഒരു 10,000 രൂപയുടെ മേടിച്ചിരുന്നെങ്കിൽ ഇന്ന് മിനിമം $1 കോടി രൂപയുടെയെങ്കിലും വിലയായതിനെ 7 വർഷം കൊണ്ട്. അപ്പോൾ പക്ഷെ ഇനി അവസരം കഴിഞ്ഞു എന്ന് വിചാരിക്കരുത്. ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കാൻ തയ്യാറായില്ലെങ്കിൽ ഇനി ആരെങ്കിലും വിളിക്കുമ്പോൾ പറയാം, അയ്യോ അന്ന് ഞാൻ പോയി അവരോട് പറയുന്നത് കേട്ടതാ എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും. ഇവിടെ നിങ്ങളെ ആരും ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ നിർബന്ധിക്കത്തില്ല. ആരും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യിച്ചിട്ടുമില്ല. വെറും $10 ഇട്ട് ചെയ്യുന്നവരുണ്ട്, 30,000 $40,000 ഇട്ട് ചെയ്യുന്നവരുണ്ട്. ഇത് അവരവരുടെ ചോയ്സാണ്. ഒരു എഡ്യൂക്കേഷനും ട്രെയിനിങ്ങും കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുള്ള നമ്മുടെ ഉത്തരവാദിത്വം, വേറെ ഒന്നുമില്ല. മാത്രമല്ല ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇവിടുത്തെ കുട്ടികളൊക്കെ വിദേശത്തേക്ക് പോകുന്നു. ഇവിടെ പ്രായമായവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വയസ്സന്മാരുടെ ഒരു ജീവിക്കുന്ന സ്ഥലമായി മാറുവാണ് കേരളം. അതുകൊണ്ടാണ് കുട്ടികൾക്കൊന്നും അവസരമില്ല എന്ന് പറയുന്നത്. സത്യത്തിൽ ഇതുപോലൊരു ഓപ്പർച്യൂണിറ്റി ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ട് പോവുകയാണ്. ഈ കുട്ടികൾ പോലും പുറത്തു പോയ കുട്ടികൾക്ക് വേണം നാളെ തിരിച്ചു വരണമെങ്കിൽ ഈ ഒരു 1-2 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാം. ജസ്റ്റ് മൊബൈൽ പിടിച്ചോണ്ടിരുന്ന വരുമാനം ഉണ്ടാക്കാം. അവരവരുടെ വീട്ടിലിരുന്ന് ഫാൻ്റെ അടിയിലിരുന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ ഇപ്പം കാരണം ഇന്ന് വലിയ ബിസിനസ് എന്ന് പറഞ്ഞാൽ വലിയ ഇൻവെസ്റ്റ്മെന്റോ ഉള്ള ഒരു ബിസിനസ്സിനെ അല്ല വലിയ ബിസിനസ് എന്ന് പറയുന്നത്. വലിയ ബിസിനസ്സുകൾ എന്ന് പറഞ്ഞാൽ സ്കെയിലബിൾ ആയിട്ടുള്ള ബിസിനസ്സുകളെയാണ് വലിയ ബിസിനസ് എന്ന് പറയുന്നത്. ഇന്ന് വലിയ ബിസിനസ്സുകൾ ചെയ്യാൻ പൈസ ആവശ്യമില്ല, അല്ല നിസ്സാര പൈസ മതി. ചെറിയ ബിസിനസ്സുകൾക്കാണ് കൂടുതൽ പൈസ വേണ്ടത്. അതായത് ലിവറേജ് ചെയ്യാൻ സ്കോപ്പ് ഇല്ലാത്ത ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു വ്യക്തി മാത്രം ഇൻകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾക്ക് മാത്രമാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത്. അത് വലിയ ബിസിനസ്സാണെന്ന് പല ആൾക്കാരും തെറ്റിദ്ധരിക്കാറുണ്ട്. വലിയ ബിസിനസ്സുകൾക്ക് ശരിക്കും പറയുന്ന ടെക്നോളജി പ്ലാറ്റ്ഫോമിൽ വന്ന് വലിയ ബിസിനസ്, കൊച്ചു കുട്ടികളൊക്കെയാണ് വലിയ ബിസിനസ് ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ പുതിയ ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയാം. ബോംബെയിൽ ഒരു പയ്യൻ, അയാൾ ഒരു ബന്ധു വീട്ടിൽ പോയതാണ്. അവിടുന്ന് അദ്ദേഹത്തിന്റെ നോട്ട് ബുക്ക് എടുക്കാൻ മറന്നുപോയി, തിരിച്ചു വന്നു. അപ്പൊ അദ്ദേഹത്തിന് അന്നത്തെ ദിവസം തന്നെ ആ ബുക്ക് എനിക്ക് കിട്ടണം, അടുത്ത ദിവസം പരീക്ഷയാണ്. അന്വേഷിച്ച് നോക്കുമ്പോൾ ഒരു കൊറിയർ സർവീസ് ആരുമില്ല. അപ്പം 2 ദിവസം എടുക്കും. അന്ന് അദ്ദേഹം ആലോചിച്ചതാണ് ഒരു ബിസിനസിനെ കുറിച്ചാണ്, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അച്ഛൻ്റെ കയ്യിൽ നിന്ന് 10,000 രൂപ മേടിച്ച് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഒരു വർഷം അതിനകത്തൊക്കെ ഈ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. നമ്മുടെ ഈ പൈസ ഒന്നും ആവശ്യമില്ല. നമ്മുടെ പ്രോജക്റ്റ് ജെനുവിൻ ആണെങ്കിൽ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സ് പൈസ ഇടും. അത് വളർന്നു വന്നാൽ ആ പയ്യൻ 100 കോടി രൂപയ്ക്കാണ് കമ്പനി വിറ്റത്, കൊച്ചു പയ്യൻ. അപ്പൊ ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റികൾ ഇന്ന് പൈസ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടല്ല വലിയ ബിസിനസ്സുകൾ ആരും ചെയ്യുന്നത്. നമുക്ക് ഐഡിയയുടെ കാലമാണ്. ഇപ്പൊ ഇത് മാക്ലേനെ സംബന്ധിച്ച് കമ്പനി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഒന്നാന്തരം ബിസിനസ് ഉണ്ട്. ഇത് നമുക്ക് ട്രേഡ് ചെയ്ത് വരുമാനം ഉണ്ടാക്കാനുള്ള അറിവ് കിട്ടും, ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ഇൻകം മൾട്ടിപ്ലൈ ചെയ്യാനുള്ള അവസരം കിട്ടും. ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ച് അങ്ങനെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും, ലോകം മുഴുവൻ കോണ്ടാക്ട് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലും കുട്ടികളും ഒക്കെ ഇന്നത്തെ മാറ്റങ്ങളെ കുറിച്ച് അറിഞ്ഞിരുന്നില്ലെങ്കിൽ നമ്മൾ വളരെ പുറകിലാവും. ഇതിനകത്ത് റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിസ്ക് ഉണ്ട്. എന്താണ് റിസ്ക്? ഞാനും ആലോചിച്ചു, റിസ്ക് ഉണ്ട്. എന്താണ് റിസ്ക്? ചെയ്യുന്നതിന് റിസ്ക് ഉണ്ട്, ചെയ്യാത്തതിന് റിസ്ക് ഉണ്ട്. തമ്മിൽ കമ്പയർ ചെയ്തിട്ട് കുറഞ്ഞ റിസ്ക് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ തമ്മിൽ കമ്പയർ ചെയ്തപ്പം ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ഇതിന്റെ ഭാഗമായില്ലതാണ് റിസ്ക്. കാരണം നമ്മൾ കാളവണ്ടിയെ പോവുകയും നമ്മുടെ പരിചയക്കാരല്ല നാട്ടിൽ ധാരാളം ആൾക്കാർ ജാഗ്വാറോ അല്ല ഇതുപോലത്തെ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ എവിടെ എത്തും എന്നാണ് പറയുന്നത്, വളരെ പുറകിൽ പോകും. ഇന്നത്തെ ഒരു ടെക്നോളജിയുടെ ഒരു കാലത്ത് നമ്മൾ ഇതിലൊന്നും ഇല്ലാതെ പഴയ പോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ, 2 അറ്റം കൂട്ടിമുട്ടിക്കാൻ ഓടിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും ഇത് കൂട്ടിമുട്ടുകയില്ല. നമ്മൾ എത്ര വർഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ്. 2 അറ്റം കൂട്ടിമുട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാകത്തില്ല. ഇനി അത് ഭീകരമാകുകയും ചെയ്യും.
പ്രത്യേകിച്ച് രാജ്യം ഡെവലപ്ഡ് കൺട്രി ആകാൻ പോവുകയാണെന്നും പറഞ്ഞ് പല ആൾക്കാരും ഫേസ്ബുക്കിലൂടെ ഒക്കെ സ്വന്തം, നമ്മൾക്ക് അതാണല്ലോ കേരളത്തിൽ മലയാളികളെല്ലാം നമ്മുടെ നേതാക്കന്മാരെല്ലാം നമ്മുടെ പാർട്ടിയുടെ ആൾക്കാർ ചെയ്യുന്നതെല്ലാം ശരി വെക്കുക, ശരി പറഞ്ഞുകൊണ്ടിരിക്കുക, രാജ്യം ഡെവലപ്ഡ് കൺട്രി ആകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കേൾക്കാം. വേറൊരു വിഭാഗം പറയുന്നു അല്ല എന്ന് പറയുന്നു. ഇതിനൊക്കെ ഇൻവോൾവ് ചെയ്ത് നമ്മളൊരു ദിവസം നമ്മുടെ ഫോണിൽ കുത്തിക്കൊണ്ടിരുന്ന് 3-4 മണിക്കൂർ നമ്മൾ സമയം കളയാറുണ്ടെന്നാണ് പറയുന്നത്. ആവറേജ് ഒരു മനുഷ്യൻ ഒരാളുടെ ഒരു സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 മുതൽ 4 മണിക്കൂറാണ് ഒരു ദിവസം. അതായത് ഒരു മനുഷ്യായുസിൽ ഏകദേശം 12 കൊല്ലം ഈ കുത്തിക്കൊണ്ടിരിക്കുന്നത് പലതും നമുക്ക് ഒരു യൂസും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയാണ്. അതേ സ്ഥാനത്ത് ഈ കയ്യിലിരിക്കുന്ന ഇതേ സാധനം ഉപയോഗിച്ച് കൊച്ചു കുട്ടികൾക്കൊക്കെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ബിസിനസ്സുകളൊക്കെ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ ജനങ്ങളെ അറിയിക്കാൻ പറ്റുന്നതിന്റെ കാരണം എന്താണ്? അവരുടെ മനസ്സിലേക്ക് ഈ രാഷ്ട്രീയവും മതവും ജാതിയും ഒന്നും കയറിയിട്ടില്ല. അവർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു ഈ ടെക്നോളജി. അതുകൊണ്ട് അവർ രക്ഷപ്പെടുന്നത്. വളരെ സിമ്പിളാണ്. നമ്മളൊരു സ്റ്റേജ് കഴിഞ്ഞ ഒരു പ്രായമായി കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഫോക്കസ് ഒക്കെ മാറി. നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമുക്ക് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളൊക്കെ മാറി. ഇതുപോലത്തെ ജാതിയും മതവും രാഷ്ട്രീയവും ഒക്കെ പറഞ്ഞ് നമ്മൾ ബന്ധുക്കളോട് സുഹൃത്തുക്കളൊക്കെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് ശത്രുക്കളെ ഉണ്ടാക്കാനാണ് സത്യത്തിൽ ഈ പ്ലാറ്റ്ഫോം പല ആൾക്കാർ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നാറുണ്ട്. വളരെ ചുരുക്കം ആൾക്കാർ മാത്രമേ ഇതിന്റെ ബെനിഫിറ്റ് എടുക്കാൻ വേണ്ടി ചെയ്യുന്നുള്ളൂ. എന്തുമാത്രം അനന്ത സാധ്യത, ലോകത്തിനോട് സംവദിക്കാൻ പറ്റുന്ന ഇത്രയും നല്ലൊരു സാധനമുണ്ട്. നമ്മുടെ വീട്ടിലിരുന്ന് ലോകത്തിലുള്ള എല്ലാവരോടും നമുക്ക് എന്ത് കാര്യങ്ങൾ വേണേലും കഴിവുണ്ടെങ്കിലും ആൾക്കാരെ അറിയിക്കാം, എന്ത് കാര്യമുണ്ടെങ്കിലും ലോകത്തിന് സംവദിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം. ഇതിൽ കൂടെ നമ്മുടെ ലൈഫ് വലിയ ലെവലിൽ അസറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കും. വലിയ ലെവലിൽ അസറ്റ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കാം. വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കാരണം ഇതിനകത്ത് ഒന്നും നഷ്ടപ്പെടാനില്ല. $100 കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്ത് ലെവലിൽ ഒരു ക്ലബ്ബ് ജോയിൻ ചെയ്യണമെങ്കിൽ പോലും ഇത് കൂടുതൽ പൈസ കൊടുക്കണം. ആ സ്ഥാനത്ത് എന്തുമാത്രം അറിവ്, എന്തുമാത്രം നല്ല ബന്ധങ്ങൾ, നമുക്ക് അതിനൊക്കെ തന്നെ വില കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ആരും ജോയിൻ ചെയ്യാൻ വേണ്ടിയോ അതിനുവേണ്ടി മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയോ അല്ല കേട്ടോ. അതൊക്കെ അവരവരുടെ തീരുമാനം എടുക്കുക. നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്നുണ്ട്. അവരൊക്കെ വളർന്നു വരുന്ന സമയത്ത് നമ്മളിപ്പോഴായിരിക്കുമല്ലോ ഇതിൻ്റെയൊക്കെ വില മനസ്സിലാകുന്നത്. നമ്മളൊരു നല്ല ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇനിയുള്ള കാലത്ത് കുട്ടികൾ ആരും തന്നെ പല ആൾക്കാരും നാട്ടിലെ അടുത്തൊന്നും കാണണമെന്നില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ ഇതിനൊരു ബേസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നാളെ കുട്ടിയോട് ധൈര്യമായിട്ട് ഇങ്ങ് പോരാൻ നമുക്ക് പറയാനുള്ള കോൺഫിഡൻസ് വരും. ഈ വരുമാനം ഒന്നും ഓർത്ത് നീ പിറന്ന് നിൽക്കേണ്ട, ഇവിടെ നിന്നോ, നിനക്ക് അവിടെ കിട്ടുന്ന പൈസ ഞാൻ തരാമെന്ന് പറയാമെന്നുള്ള ലെവലിലേക്ക് ഉള്ള കോൺഫിഡൻസ് നമുക്ക് വരും. ആത്മാർത്ഥമായിട്ട് ചെയ്യുക. ഓപ്പർച്യൂണിറ്റി ഒന്നും വരണമെന്നില്ല. ഒരു നല്ല കമ്പനി അതിൻ്റെ നല്ല സമയത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. നമ്മളൊന്ന് കുറച്ച് കഠിനാധ്വാനം കുറച്ചൊരു 5-6 മാസത്തേക്കൊന്ന് പ്രയോറിറ്റി കൊടുക്കാമെങ്കിൽ ഒരു വലിയൊരു അസറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഞങ്ങൾ വലിയൊരു ടീം, നല്ല പ്രൊഫഷണൽസ് ഇതിനകത്തുണ്ട്, നല്ല നോളജബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ക്രിപ്റ്റോയിൽ ഇപ്പം ഇന്ദ്രകുമാർ സാറുണ്ട്, അതുപോലെ സനോജ് സാർ നേരത്തെ സംസാരിച്ചു. അതുകൂടാതെ മുരളി മോഹൻ സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ക്രിപ്റ്റോയിലെ ഇൻവെസ്റ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഒക്കെ സെഷനും ഒക്കെ ഇതിനകത്ത് വരുന്ന ആൾക്കാർക്ക് കിട്ടും. വലിയ അസറ്റ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ഒന്നിച്ച്. മാത്രമല്ല ഇന്ന് സമൂഹം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ഒരു നല്ല ശതമാനം ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എംപ്ലോയീസ്, പ്രത്യേകിച്ച് പ്രൈവറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഭയങ്കര പ്രഷറിലാണ്. നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ. ഹൈ പ്രഷർ ജോലി ചെയ്ത് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കും. ഇപ്പം ജീവിതം തീരും. അപ്പോൾ ജീവിതകാലം മുഴുവനും ഹൈ സ്ട്രെസ്സിൽ നിന്ന് ജോലി ചെയ്യുകയോ ബിസിനസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ട് നമുക്ക് എന്താ നേട്ടം ഉണ്ടാക്കുന്നത്? അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാക്കി തരുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കി തരട്ടെ. നല്ല രീതിയിൽ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഗുഡ് നൈറ്റ്. താങ്ക് യു സാർ. താങ്ക് യു.